ഹായ് ഡിയർ ചിൽഡ്രൻ, നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മാത്തമാറ്റിക്സ് ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റിയും സ്റ്റാറ്റിക്സും കൂടിയാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു സെക്ഷനാണ് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ്. പ്രത്യേകിച്ചും പ്രോബബിലിറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിക്സും അതുപോലെ തന്നെയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊരു സെക്ഷനാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ്, ഇൻറ്റിജേഴ്സ് ABCD not necessarily distinct are chosen independently and at random from 0 to 2007. അത് ഇൻക്ലൂസീവ് ആണെന്ന് പറയുന്നുണ്ട്. then the probability that AD minus BC is even. ADയും BCയും എന്താണ്? ഇൻറ്റിജേഴ്സ് ആണ്. 0 to 2007 വരെയുള്ള ഇൻറ്റിജേഴ്സ് ആണ്. AD മൈനസ് BC അത് ഈവൻ ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് 0 മുതൽ 2007 വരെയുള്ള നമ്പേഴ്സാണ്. അതിൽ പകുതി ഈവൻ ഉണ്ടായിരിക്കും, പകുതി ഓഡ് നമ്പറും ഉണ്ടായിരിക്കും. പകുതി ഈവനും പകുതി ഓഡ് നമ്പറും ആയിരിക്കും. അത് ആദ്യം മനസ്സിലാക്കാം. ഇനി AD മൈനസ് BC അത് ഓടാണെങ്കിൽ, AD മൈനസ് BC അത് ഓടാണെങ്കിൽ, ഈവൻ ആവണമെങ്കിൽ 1 കൂടി നമുക്ക് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അതും കൂടി മനസ്സിലാക്കണം. ദി ഡിഫറൻസ് ഓഫ് 2 integers ടു ബി ഓഡ്, we should have either combination എങ്ങനെ വരണം? ഓഡ് ഈവൻ ഓർ ഈവൻ ഓഡ് അതേപോലെ വരണം. ദ ഡിഫറൻസ് ഓഫ് 2 integers ഓഡ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഓഡ് ഈവൻ അല്ലെങ്കിൽ ഈവൻ ഓഡ് ആവണം. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഓഡ് മൈനസ് ഈവൻ, ഓഡ് മൈനസ് ഈവൻ നമുക്ക് ഓരോ കേസ് ആയിട്ട് എടുക്കാം. ഓഡ് മൈനസ് ഈവൻ അത് AD മൈനസ് BC ആവുമ്പോൾ, ഓഡ് മൈനസ് ഈവൻ AD മൈനസ് BC ആവുമ്പോൾ എന്ത് സംഭവിക്കണം? ഓഡ് ഇൻറ്റു ഓഡ് മൈനസ് ഈവൻ ഇൻറ്റു ഈവൻ. ഒരു കേസ് അങ്ങനെ വരാം. ഓഡ് ഇൻറ്റു ഓഡ് മൈനസ് ഈവൻ ഇൻറ്റു ഈവൻ വരാം. അല്ലെങ്കിൽ ഓഡ് ഇൻറ്റു ഓഡ് ഓർ ഓഡ് ഇൻറ്റു ഓഡ് മൈനസ് ഓഡ് ഇൻറ്റു ഈവൻ വരാം. അല്ലെങ്കിൽ ഒരു കേസ് കൂടി വരാം, ഓഡ് ഇൻറ്റു ഓഡ് ഓർ ഓഡ് ഇൻറ്റു ഓഡ് മൈനസ് ഈവൻ ഇൻറ്റു ഓഡും വരാം. ഇത്രയും കേസസ് ആണ് വരാവുന്നത്. 3 കേസസ് വരും. അപ്പോൾ ഓരോ കേസിൻ്റെയും പ്രോബബിലിറ്റി എന്തായിരിക്കും? 4 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ABCD 4 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഓഡ് അല്ലെങ്കിൽ ഈവൻ 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എന്തായിരിക്കും? നമ്പർ ഓഫ് പോസിബിൾ കേസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 1/2⁴ ആയിരിക്കും ഓരോന്നിൻ്റെയും നമുക്ക് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ ഈ 3 കേസിൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? ഇത് ഒരു കേസിൻ്റെ പ്രോബബിലിറ്റി ആണ്. 3 കേസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1/2⁴ പ്ലസ് 1/2⁴ പ്ലസ് ദറ്റ് ഈസ് 3/2⁴ ആണ് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ സെയിം ഇതുപോലെ തന്നെയാണ് ഈവൻ ഓഡ് വരുമ്പോൾ. ഇപ്പോൾ ഓഡ് ഈവനാണ് ഈ കേസ് വന്നിരിക്കുന്നത്. ഈവൻ ഓടാണെങ്കിലോ അപ്പോഴും പ്രോബബിലിറ്റി എന്തായിരിക്കും? സെയിം തന്നെയാണ്, 3/2⁴ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഈവൻ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഈവൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഓഡ് എടുത്താലും മതി. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഓഡ് എടുത്താലും മതി. അപ്പോൾ അത് 2 കേസ് വരും. അപ്പോൾ 1 മൈനസ് 3/2⁴ പ്ലസ് 3/2⁴ എന്ന് വരും. 1/3/2⁴ പ്ലസ് 3/2⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1 മൈനസ് അത് 6 ഡിവൈഡഡ് ബൈ 2⁴ എന്ന് വരും. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 1 മൈനസ് 6/2⁴ എന്ന് വരും. അത് 2⁴ 16 ആണ്. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 10/16. 10/16 ഈക്വൽ ടു 5/8 എന്ന് വരും. 5/8 ആണ് ആൻസർ ആയിട്ട് വരിക. ഈ 3 കേസ് വരും. ഇത് മനസ്സിലാക്കിയിരിക്കണം. ഓഡിൽ നിന്ന് ഈവൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, ഈവനിൽ നിന്ന് ഓഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴുള്ള കേസ്. ഓഡ് മൈനസ് ഈവൻ എന്ന് പറയുമ്പോൾ AD മൈനസ് BC വരും. അതായത് ഓഡ് ഇൻറ്റു ഓഡ് മൈനസ് ഈവൻ ഇൻറ്റു ഈവൻ വരണം ഒരു കേസ്. അല്ലെങ്കിൽ ഓഡ് ഇൻറ്റു ഓഡ് മൈനസ് ഓഡ് ഇൻറ്റു ഈവൻ വരണം. അല്ലെങ്കിൽ ഓഡ് ഇൻറ്റു ഓഡ് മൈനസ് ഈവൻ ഇൻറ്റു ഓഡ്. അങ്ങനെ 3 കേസസ് വരും. അതാണ് സംഭവം. അതാണ് 3/2⁴. അത് തിരിച്ചും വരാം. 3/2⁴, 3/2⁴ പ്ലസ് 3/2⁴. അത് ഓഡിൻ്റെ കേസാണ്.
പ്രോബിലിറ്റി ഓഫ് ഈവൻ എന്ന് പറയുമ്പോൾ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഓഡ് ആണ് കോംപ്ലിമെന്റിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 5/8. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇവിടെ ഇപ്പോൾ എ ട്രാഫിക് ലൈറ്റ് റൺസ് റിപ്പീറ്റഡ്ലി ത്രൂ ദ ഫോളോയിങ് സൈക്കിൾ. ഗ്രീൻ ഫോർ 30 സെക്കൻഡ്സ് വരും, യെല്ലോ ഫോർ 3 സെക്കൻഡ്സ് വരും, ആൻഡ് റെഡ് ഫോർ 30 സെക്കൻഡ്സ് വരും. അപ്പോൾ ടോട്ടൽ ടൈം ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 3 + 30 + 3 + 30 63 ആണ് ടോട്ടൽ ടൈം. എ മാൻ പിക്സ് എ റാൻഡം 3 second time interval to watch the light. Then the probability that the color changes will while he is watching is. അതാണ് 3 seconds ആണ്. അപ്പോൾ 3 seconds ആണ്, 3 choices ആണ്. 3 secondsഉം 3 choicesഉം ആണെങ്കിൽ ഫേവറബിൾ കേസ് എന്തായിരിക്കും? ഫേവറബിൾ കേസസ് എന്ന് പറയുന്നത് 3 ചോയ്സസ് ആണ്, 3 ഓപ്ഷൻസ് ആണ്, യെല്ലോ ഗ്രീൻ ബ്ലൂ. അപ്പോൾ 3 സെക്കൻഡ്സുമാണ്. 3 × 3 ദാറ്റ് ഈസ് 9. ഇതാണ് ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിക്വയർഡ് പ്രോബിലിറ്റി എന്തായിരിക്കും? ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ്, ദാറ്റ് ഈസ് 9/63. 1/7 is the answer. 1/7 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, if probability of a defective bolt is 0.1, then mean and standard deviation of a distribution of bolt in a total of 400. ഓക്കെ, അതിലൊരു നമ്മൾ NCERT ബുക്കിൽ പഠിക്കാത്തൊരു ഫോർമുലയാണ്. അങ്ങനെ കുറച്ച് നമ്മൾ NCERT ബുക്കിൽ പഠിക്കാത്ത കുറച്ച് ടോപ്പിക്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇപ്പോഴും കവർ ചെയ്യുന്നുണ്ട്, അവരത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ മീൻ എന്ന് പറഞ്ഞാൽ E of x എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് n × p എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. n × p. n എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ n ടോട്ടൽ ഓഫ് 400 ആണ്. p എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 400 × 0.1 ദാറ്റ് ഈസ് 40. അതേപോലെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ മറ്റൊരു ഫോർമുല ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ മറ്റൊരു ഫോർമുല ഉണ്ട്. ശരിക്കും വേരിയൻസ് ആണ് കാണുന്നത്. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു NP × Q എന്നാണ് ആ ഫോർമുല. Q എന്ന് പറഞ്ഞാൽ 1 - P ആണ്. P എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്, Q പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. അപ്പോൾ ഈ ഫോർമുല ഇങ്ങനെയും പറയാം, NP × 1 - P എന്നും പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 × 0.1 × 0.9 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 എന്ന് വരും. 36. അപ്പോൾ സിഗ്മ സ്ക്വയർ 36 ആണെങ്കിൽ സിഗ്മ റൂട്ട് 36 6 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ 40യും 6ഉം ആണ് ആൻസർ വരും. 40യും 6. അപ്പോൾ ഇത് NCERT ബുക്കിൽ ഇല്ലാത്ത ഫോർമുലകളാണ്. പ്രോബബിലിറ്റിയിൽ മീൻ കാണാനുള്ള ഒരു സംഭവമാണ് E of x, n × p. E of x ശരിക്കും പറഞ്ഞാൽ അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ P of x is equal to NCx P⁻x Q⁻n - x ആണ്. ഇതിൽ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, x നമുക്ക് എടുക്കേണ്ട നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. P പ്രോബിലിറ്റി ഓഫ് സക്സസ്, Q പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ. Q എന്ന് പറഞ്ഞാൽ 1 - P. ഇതാണ് ശരിക്കും സംഭവം. ഇതിൻ്റെ മീനാണ് നമ്മൾ NP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബിലിറ്റി അതിന് എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറയും. പിന്നെ വേരിയൻസ് ഓഫ് എക്സിനെ V of x ഡിനോട്ട് ചെയ്യും, അത് NPQ ആണ്. Q എന്ന് പറഞ്ഞാൽ 1 - P ആണ്. അതാണ് ഇതിൻ്റെ ഫുൾ തിയറി പാർട്ട്. ഓക്കെ, ഇതിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇവിടെ പ്രോബിലിറ്റിയിൽ മീൻ പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്, വേരിയൻസിന് അങ്ങനെ V of x എന്ന് തന്നെ പറയും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ തന്നെയാണ്, അത് റൂട്ട് ഓഫ് വേരിയൻസ് NPQ ആണ്. Q എന്ന് പറയുന്നത് 1 - P ആണ്. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഫോർമുലകളൊക്കെ ഒന്ന് കാണാൻ പഠിച്ച് വെച്ചോളണം. ഓക്കെ, അപ്പോൾ ആൻസർ 40,6 ആണ് കേട്ടോ. 40,6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. One ticket is selected at random from 50 tickets numbered from 0001 to 50. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? 50 ടിക്കറ്റ് അല്ലേ? 0001
0 1 0 2 എക്സെട്ര എവിടെ വരെ വരും? 49 വരെ വരുള്ളൂ. അത് മനസ്സിലാക്കണം. കാരണം 0 0 എന്ന് 49 വരെ വരുമ്പോൾ തന്നെ എന്തായി? 50 ടിക്കറ്റായി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് then the probability that sum of the digit on the selected ticket is 8 given that the product of these digits is 0. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, എ എന്ന് പറഞ്ഞാൽ സം 8 ആയിട്ട് വരുന്ന കേസ്. സം 8 എന്ന് പറയുമ്പോൾ 08 ആവാം, 17 ആവാം, 26 ആവാം, 35 ആവാം, 44 ആവാം, 35 ആവാം, 44 ആവാം. ഇതാണ് എ എന്ന് പറഞ്ഞ സംഭവം. ഇനി ബി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് 0 കൂടി ആയിരിക്കണം. പ്രോഡക്റ്റ് 0 വരുമ്പോൾ എന്തൊക്കെ വരും? 0 0 വരാം, 0 1 വരാം, 0 2 എക്സെട്ര 0. ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് 0 ആണ്. പിന്നെ വരുന്നത് 10 വരാം, 20 വരാം, 30 വരാം. എവിടെ വരെ വരും? അത് 40 വരെ വരും. 40 വരെ വരും. ഇതാണ് സംഭവം. പ്രോഡക്റ്റ് 0. ഇതിൽ രണ്ട് കേസും പോസിബിൾ ആവുന്നത്. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 08 ഇവിടെ ഉണ്ട്, 08 ഇതിനിടയ്ക്ക് വരും. ഇവിടെ തൊട്ട് മുമ്പ് 08 വരും. അപ്പോൾ 08 ആണ്. സമ്മും 8 ആണ്, പ്രോഡക്റ്റ് 0 ആണ്. എ ഇന്റർസെക്ഷൻ ബി. ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും സംഭവിക്കുന്ന കേസാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ദാറ്റ് മീൻസ് എത്ര വരും? പ്രോബബിലിറ്റി ഓഫ് ഇ ടോട്ടൽ 50 അല്ലേ? ഇതൊരു കേസാണ്. അപ്പോൾ 1/50 ഡിവൈഡഡ് ബൈ ഇതിലെത്ര കേസ് വരും? പ്രോബബിലിറ്റി ഓഫ് ബി അതിൽ എത്ര കേസ് വരും? മൊത്തം 14 കേസ് വരും. ഇവിടെ 10 11 12 13 14 കേസ് വരും. 14/15 വരും. 50 കട്ടായി പോകും. 1/14 is the answer. 1/14 is the answer. ഇതാണ് എൻ്റെ മെത്തേഡ്. 1/14 is the answer. അടുത്ത നമുക്ക് നോക്കാം. Let a dice be rolled n times. The probability of getting odd numbers 7 times be equal to the probability of getting odd numbers 9 times. If the probability of getting even number twice as is 1/2 raised to then p. ഇവിടെ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ NCX p raised to x q raised to n minus x ആണ് p എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് odd, probability of getting odd numbers 7 times ആണ്. Probability of odd number 7 times is equal to probability of odd number 9 times. Probability of odd number, ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എക്സ് ആണ് ഇവിടെ 7, ഇവിടെ എക്സ് 9 ആണ്. ഈ പി എന്തായിരിക്കും? ഡൈ ആണ്. ഡൈ ടോസ് ചെയ്യുമ്പോൾ പി എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും? ഒരു ഡൈക്ക് 6 ഫേസ് ആണ്. 6 ഫേസിൽ 3 ഓഡ് നമ്പറും 3 ഈവൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഓഡ് നമ്പർ കിട്ടാനുള്ള ചാൻസ് 3/6 ആണ്. ഈവൻ നമ്പറും ആണെങ്കിലും 3/6 ആണ്. അപ്പോൾ പി 1/2 ആണ്, ക്യൂവും 1/2 ആണ്. 3/6 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? രണ്ടും 1/2 തന്നെയാണ്. അപ്പോൾ ഈ ഫോർമുലയിൽ കൊടുത്താൽ NC7 1/2 raised to 7 1/2 raised to ഇവിടെ കൊടുത്താൽ N7 ആണല്ലോ. അപ്പോൾ n-7 ഇവിടെ കൊടുത്താൽ ഇവിടെ n9 ആണ്. അപ്പോൾ x9 ആണ്. NC9 1/2 raised to 7 1/2 raised to 9 1/2 raised to 9 again 1/2 raised to n-9. ഇത് നോക്കൂ, ഇത് റേസ് ടു n വരും, ഇത് റേസ് ടു n വരും, അത് കട്ടായി പോകും. അപ്പോൾ ഇവിടെ നമുക്ക് NC7 ഈക്വൽ ടു NC9 എന്ന് കിട്ടി. അപ്പോൾ n എത്രയായിരിക്കും? n ഈസ് ഈക്വൽ ടു 7 + 9 ഈക്വൽ ടു 16 വരും. അതെങ്ങനെ കിട്ടിയത്? NCP ഈക്വൽ ടു
എൻ സി ക്യൂ ആണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ഫോർമുലയുണ്ട് കോമ്പിനേഷനിൽ. അപ്പോൾ എൻ ഈക്വൽ ടു 7 പ്ലസ് 16. n is equal to 16. n is equal to 16. പക്ഷെ നമ്മോട് ചോദിച്ചിരുന്നതാണ് the even number twice is p by 20. then p ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് n16 കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കൊടുത്താൽ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് nc7 ഇത് 1/2 raised to n വരും. +7 -7 കട്ടായി പോകും. അപ്പോൾ n16 ആണെങ്കിൽ എത്ര വരും? n16 വരുമ്പോൾ പ്രോബബിലിറ്റി, റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും? ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ അല്ലേ ചോദിച്ചാണ്, ടോയ്സ്, ഈവൻ നമ്പർ ടോയ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ 2 ആണ്. അപ്പോൾ ഈവൻ നമ്പർ ടോയ്സ് എന്ന് പറയുമ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ത് വരും? n കിട്ടി നമുക്ക്. ദാറ്റ് ഈസ് 16c2. 16c2 ഇൻറ്റു 1/2 റൈസ് ടു 16 എന്ന് വരും. ഈ ഫോർമുലയിൽ എന്ത് കൊടുത്തോളണം? n-ന് 16 കൊടുക്കുക, x-ന് 2 കൊടുക്കുക, p-ക്ക് 1/2 കൊടുക്കുക, q-നും 1/2 കൊടുക്കുക, പിന്നെ n-ന് 16 കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 16c2 1/2 റൈസ് ടു 16 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും, ഇത് സിംപ്ലിഫൈ ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 15 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 13 എന്ന് കിട്ടും. പക്ഷെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് p/2 ആണ്. ഇത് താഴെ 2 റൈസ് ടു 15 ആക്കണമെങ്കിൽ 4 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 15 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 15 എന്ന് വരും. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 15 എന്ന് വരും. അപ്പോൾ p ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 15 എന്ന് വരുമ്പോൾ എന്താ വരുന്നത്? 60 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 15. അപ്പോൾ പിയുടെ സ്ഥാനത്ത് ആരാണ്? 60 ആണ്. 60 ഈസ് ദി ആൻസർ. ഇതാണ് മെത്തേഡ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The probability of getting a sum of 12 in 4 throws of an ordinary die. ഇതിൽ സാമ്പിൾ സ്പേസ് n ഓഫ് x എന്തായിരിക്കും? നമ്പർ ഓഫ് ഡൈ അല്ലേ ടോസ് ചെയ്യുന്നത്. അപ്പോൾ 4 ടൈംസ് ആണ്. അപ്പോൾ ഓരോ കേസിനും 6 × 6 × 6 ഇതാണ് n ഓഫ് x എന്ന് പറയുന്നത്. ഇനി n ഓഫ് p, ഇത് കുറച്ച് ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് n ഓഫ് p, n ഓഫ് നമുക്ക് ഈവൻറ്റ്, അത് നമുക്ക് ദ നമ്പർ ഓഫ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് ഓഫ് ഒരു ഫോർമുലയാണ് കേട്ടോ. ദ നമ്പർ ഓഫ് ഇൻ്റഗ്രൽ സൊല്യൂഷൻസ് ഓഫ് x1 + x2 + x3 + x4 അത് 12 ആവണം. അപ്പോൾ ഇവിടെ ഓരോന്നും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അതേപോലെ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഇതാണ് പോസിബിൾ കേസസ്. ഇത് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഒരു ഫോർമുലയാണ്. കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് കോഎഫിഷ്യന്റ് ഓഫ് x raised to 12 in the expansion of x plus x square plus x cube plus x എത്രയുണ്ട്? എത്ര? x raised to 6 വരെ വരും, raised to 4 എന്ന് വരും. അതൊരു ഫോർമുലയാണ്. കോഎഫിഷ്യന്റ് ഓഫ് x raised to 12 in the expansion of x plus x square plus x cube plus etc plus x raised to 6 raised to 4. ഇതെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് x raised to 12 minus 4, അപ്പോൾ 8 വരും. കോഎഫിഷ്യന്റ് ഓഫ് x raised to 8 in the expansion of, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1 minus x raised to 6 by 1 minus x raised to 4. അത് ഫോർമുലയാണ്, അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് x raised to 8 in the expansion of 1 minus x 4 raised to 4 into 1 minus x 4 raised to
-4. ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇതിൻ്റെ എക്സ്പാൻഷൻ ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് എക്സ്പാൻഡ് ചെയ്യുക. കോഎഫിഷ്യൻ്റ് ഓഫ് x⁸8 എന്നിട്ട് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. 2 ടേംസ് വരും. ഇതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ അറിയാം. ഇതിൻ്റെയും എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x⁸8ൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് കിട്ടുന്നത് ഒന്ന് 11, എനിക്ക് കിട്ടിയത് 11c8 -4 × 5c2 എന്ന് വരും. 11c8 -4 × 5c2. That will be simplified സമയത്ത് 125 എന്ന് വരും. That is 125. 125 divided by required probability എന്ന് പറഞ്ഞാൽ 125 divided by total case 6 × 6 × 6 × 6 എന്ന് വരും. ഇതേപോലെ വരും. ഇവിടെ നമുക്ക് 1/6 ഇത് നമുക്ക് 125 5³ എന്ന് എഴുതാം. താഴെ 6³ എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/6 × 5/6³ എന്ന് എഴുതാം. 1/6 × 5/6³. അതിൽ ഇവിടെ മാത്രം ഇത്തിരി ലെങ്തി ആയിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യുക. അതേപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യുക. 1 - x ഹോൾ റേസ് ടു -n ഫോം എന്ന് പറഞ്ഞാൽ 1 + nx + n × n + 1 × 1 × 2x². അധികം ടൈംസ് ഒന്നും വരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് x⁸8ൻ്റെ മാത്രം മതി. 2 ടൈം അടുത്ത പ്ലസ് n × n + 1 × n + 2 divided by 1 × 2 × 3x³ ഇതിങ്ങനെ പോകും. പ്ലസ് എക്സെട്ര. ഇത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം. a - b ഹോൾ റേസ് ടു n എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x⁸8ൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം 2 ടേമേ വരുള്ളൂ. അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ. ഇതാണ് മെത്തേഡ്. ഇത്തിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ ഒക്കെ യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത് ഫ്രം എ പാക്ക് ഓഫ് 52 cards. From a pack of 52 cards, a card is drawn at random. The probability of drawing a black card or a queen card. അപ്പോൾ എത്ര ബ്ലാക്ക് അത് മൊത്തം 52 കാർഡ്സ് അല്ലേ ഉള്ളത്. അതിൽ 26 ബ്ലാക്ക് വരും, 26 റെഡ് വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 ബ്ലാക്ക് കാർഡ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് കാർഡ് that is equal to 26/52, that is 1/2. എത്ര ക്യൂൻ ഉണ്ടാവും? 4 ക്യൂൻ ഉണ്ടാവും. പ്രോബബിലിറ്റി ഓഫ് ക്യൂൻ എന്ന് പറഞ്ഞാൽ 4/52 ആണ്. പ്രോബബിലിറ്റി ഓഫ് ക്യൂൻ എന്ന് പറഞ്ഞാൽ 4/52 ആണ്. നമുക്ക് വേണമെങ്കിൽ 1/13 എന്ന് എഴുതാം. അതിൽ ബ്ലാക്ക് ക്യൂൻ എത്ര എണ്ണം ഉണ്ടാവും? ബ്ലാക്ക് ക്യൂൻ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ക്യൂൻ 2 എണ്ണം ഉണ്ടാവും. 2/52 വരും, 1/26 വരും. ബ്ലാക്ക് ക്യൂൻ 1/2. ഇനി ചോദിച്ചിരുന്നത് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ആയിരിക്കണം ഓർ എ ക്യൂൻ കാർഡ് ആയിരിക്കണം. ഓർ ക്യൂൻ ആയിരിക്കണം. ബ്ലാക്ക് ഓർ ക്യൂൻ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് പ്ലസ് probability of queen minus probability of black intersection queen. ഇതാണ് ഫോർമുല. ദറ്റ് ഈസ് ഈക്വൽ ടു 1/2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ക്യൂൻ ആണെങ്കിൽ 1/13, രണ്ടും കൂടി ചേർന്നാണെങ്കിൽ 1/26. 1/2 പ്ലസ് 1/13 മൈനസ് 1/26. സിംപ്ലിഫൈ ചെയ്യാം. യു വിൽ ഗെറ്റ് 7/13. 7/13 is the answer. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അഡീഷൻ തിയറം യൂസ് ചെയ്താൽ മതി. ഓക്കെ. അടുത്തത് എ ഡെക്ക് ഓഫ് കാർഡ്സ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ ഡെക്ക് ഓഫ് കാർഡ്സ് has red and black cards. The probability of randomly chosen card being red is 1/3. Then
4 black cards are added to the deck, the probability of choosing red becomes 1/4. Then the number of cards in the deck originally is. അപ്പോൾ if the probability of choosing a red card, that is 1/3. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? റെഡും ബ്ലാക്ക് കാർഡും തമ്മിലുള്ള റേഷ്യോ ഓഫ് റെഡ് ആൻഡ് ബ്ലാക്ക് കാർഡ് അത് അണ്ടർസ്റ്റുഡ് ആണ്. 1:2. 1:2 വന്നാലേ 1/3 കിട്ടുള്ളൂ. കാരണം 1/1+2 വരുള്ളൂ. അപ്പോൾ ടോട്ടൽ അപ്പോൾ എന്തുണ്ടാവണം? 3 ആണ് വന്നിരിക്കുന്നത്. 3 വരണമെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കണം? 1:2 ആയിരിക്കണം. ദിസ് മീൻസ് ദാറ്റ് ദ ബിഗിനിങ് ദർ ആർ എക്സ് റെഡ് കാർഡ്സ് എന്ന് വിചാരിക്കാം. എക്സ് റെഡ് കാർഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും. എക്സ് റെഡ് കാർഡ്സ് ഉണ്ടെങ്കിൽ 2x ബ്ലാക്ക് കാർഡ്സ് ആയിരിക്കും. അതാണ് 1:2. എക്സ് റെഡ് കാർഡ്സ് ഉണ്ടെങ്കിൽ 2x ബ്ലാക്ക് കാർഡ്സ് ഉണ്ടായിരിക്കും. ഇനി സംഭവിക്കാൻ പോകുന്നത്, അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അത് മനസ്സിലായി. ഇനി 4 ബ്ലാക്ക് കാർഡ് ആഡ് ചെയ്യുന്നുണ്ട്. 4 ബ്ലാക്ക് കാർഡ്സ് ആർ ആഡഡ്. ദർ ആർ എത്ര ബ്ലാക്ക് കാർഡ്സ് വരും? 2x ബ്ലാക്ക് കാർഡ്സ് ഉണ്ടായിരുന്നു. ഒരു 4 കാർഡ് ബ്ലാക്ക് കാർഡ് കൂടി കൂടും. വെൻ 4 ബ്ലാക്ക് കാർഡ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കാർഡിന്റെ എണ്ണം 4 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2x + 4 വരും. ദിസ് ടൈം ദ പ്രോബിലിറ്റി ഓഫ് ചൂസിങ് റെഡ് കാർഡ് ഇസ്, അന്നേരം അത് എത്രയായിട്ട് മാറി? 1/4 ആയിട്ട് മാറി. സോ ദ റേഷ്യോ ഓഫ് ദ റെഡ് ടു ബ്ലാക്ക് കാർഡ്സ് എന്തായിരിക്കും? 1:3 ആവും. അതായത് എന്നാലേ 1/4 കിട്ടുള്ളൂ. ടോട്ടൽ 1 + 3 4 വരണ്ടേ. അപ്പോൾ 4 ബ്ലാക്ക് കാർഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ദ പ്രോബിലിറ്റി ഓഫ് ചൂസിങ് റെഡ് കാർഡ് 1/4 എന്ന് പറഞ്ഞാൽ 1:3 ആവണം. 1:3 ആവുന്ന സമയത്ത് ദിസ് മീൻസ് ദ ന്യൂ ഡെക്ക് ദ നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ് 3x ആയിട്ട് മാറും. പുതിയ ഡെക്കിൽ നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ്സ് എത്രയായിട്ട് മാറും? 3x ആയിട്ട് മാറും. അപ്പോൾ അത് തന്നെയാണ് 2x + 4 ആവുക. അപ്പോൾ 2x + 4 3x എന്തായിട്ട് മാറും? സെയിം ആവും. അതായത് 2x + 4 ആണ് എന്തായിട്ട് മാറുക? 3x ആയിട്ട് മാറുക. അപ്പോൾ x എത്രയാവും? x = 4 ആവും. എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ എന്ത് വരും? 2 × 4 + 4 = 12 എണ്ണം വരും. 12 വരും. 3x അപ്പോൾ മീൻസ് ദാറ്റ് 4 റെഡ് കാർഡ്സ് ഇൻ ദ ഡെക്ക് സ്റ്റാർട്ട്സ് അറ്റ് 2 × 4. അതേപോലെ ഈ കേസിലാണെങ്കിൽ എത്ര വരും? ഇവിടെ ആണെങ്കിൽ എത്ര വരും? x4 ആണല്ലോ. ഇവിടെ അത് 2 × 4 8 ബ്ലാക്ക് കാർഡ്സ് വരും. 8 ബ്ലാക്ക് കാർഡ്സ് വരും. അപ്പോൾ അത് 8 ബ്ലാക്ക് കാർഡ്സ് വരും. അത് തന്നെയാണ് സംഭവം. അല്ലെങ്കിൽ 2 × 4 + 4 12. സോ 12 ഈസ് ദി ആൻസർ. 12 ഈസ് ദി അത്രയും ദ നമ്പർ ഓഫ് കാർഡ് ഇൻ ദ ഡെക്ക് ഒറിജിനലി ഈസ് എത്ര വരും? അപ്പോൾ ഒറിജിനലി ഈസ് 12. 8 + 4 12. സോ ദ ആൻസർ ഈസ് 12 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ്. എ മാപ്പിംഗ് ഈസ് സെലക്ടഡ് അറ്റ് റാൻഡം ഫ്രം ദ സെറ്റ് ഓഫ് ഓൾ ദ മാപ്പിംഗ് ഓഫ് ദ സെറ്റ് 1 2 3 എക്സെട്ര ഇൻടു ഇറ്റ് സെൽഫ്. അപ്പോൾ ടോട്ടൽ കേസ് എത്ര മാപ്പിംഗ് വരും? ടോട്ടൽ കേസസ് n⁻n ആയിരിക്കും. നമ്പർ ഓഫ് ശരിക്കും മാപ്പിംഗ് A to B യിലാണെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ B⁻² നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A. ഇതാണ് ഫോർമുല മാപ്പിംഗിൻ്റെ. ഇവിടെ ഇപ്പോൾ A തന്നെയാണ് B, കാരണം മാപ്പിംഗ് ഫ്രം A to A തന്നെയാണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് A തന്നെയാണ്. അപ്പോൾ ഇത് n ആണ്, ഇതും n ആണ്. n⁻n. ടോട്ടൽ കേസ് എന്ന് പറയുമ്പോൾ n⁻n ആണ്. The probability that the mapping selected is an injective function. എത്ര ഇൻജെക്റ്റീവ് മാപ്പിംഗ് സംഭവിക്കും എന്നുള്ളതാണ്. എത്ര ഇൻജെക്റ്റീവ് മാപ്പിംഗ് സംഭവിക്കും, അതായത് അതിന് ഫോർമുലയുണ്ട്. n ഫാക്ടോറിയൽ ഇൻജെക്റ്റീവ് മാപ്പിംഗ്. ഇപ്പൊ ഒരു സെറ്റിന്റെ അകത്ത് n ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ സംഭവിക്കണമെങ്കിൽ 1 1 ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ അതും കൂടി സംഭവിക്കണമെങ്കിൽ n ഫാക്ടോറിയൽ, എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ എയിൽ എത്രയുണ്ടോ അത്രയും എലമെന്റ്സിന്റെ ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പൊ ഇതാണ് ഫേവറബിൾ കേസ്, ഇതാണ് ടോട്ടൽ കേസ്. ദ പ്രോബബിലിറ്റി ദാറ്റ് ദ മാപ്പിംഗ് സെലക്ടഡ് ഈസ് ആൻ ഇൻജെക്റ്റീവ്. അപ്പൊ അതാണ് ഫേവറബിൾ കേസ്. n ഫാക്ടോറിയൽ ആണ് ഫേവറബിൾ കേസ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
എൻ റേസ് ടു എൻ വരും. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ റേസ് ടു എൻ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ നമുക്ക് പറയാം ഡിവൈഡഡ് ബൈ എൻ റേസ് ടു എൻ. എന്നും എൻ റേസ് ടു എൻ കൂടി കട്ടാവും. എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്നും എൻ റേസ് ടു കൂടി കട്ടായാൽ എൻ റേസ് ടു എൻ മൈനസ് വൺ വരും. എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ റേസ് ടു എൻ മൈനസ് വൺ. ഓപ്ഷൻ 3 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എ ബി സി ആർ 3 ആർബിട്രറി ഈവൻ സച്ച് ദാറ്റ് ഇതെല്ലാം ക്യാപിറ്റൽസ് ആണ്. പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി അത് 1/5 1/4 ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അത് രണ്ടും 0 ആണ്. then the probability that at least one of ABC എന്ന് പറയുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി പ്ലസ് പ്രോബിലിറ്റി ഓഫ് സി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ സി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ സി പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് 1/4 നമുക്ക് തന്നിട്ടുണ്ട്. ഇതും 1/4 എന്ന് തന്നിട്ടുണ്ട്. ഇതും 1/4. ഇത് 0 എന്ന് തന്നിട്ടുണ്ട്. ഇത് 0 എന്ന് തന്നിട്ടുണ്ട്. ഇത് 1/8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് എത്രയാവും? കാരണം ഈ രണ്ട് ഇന്റർസെക്ഷൻ 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഹോൾ ഇന്റർസെക്ഷൻ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു 3/4 മൈനസ് 1/8 ദാറ്റ് ഈസ് 6/8 മൈനസ് 1/8 ദാറ്റ് ഈസ് 5/8. 5/8 is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തത് മീൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ 2 ടോസസ് ഓഫ് എ കോയിൻ. അപ്പോൾ ഒരു കോയിൻ 2 ടൈംസ് ടോസ് ചെയ്യണം. അപ്പോൾ അതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ HH വരാം, HT വരാം, TH വരാം, TT വരാം. അപ്പോൾ എക്സ് ഡിനോട്ട് ചെയ്യണത് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ദ മീൻ ഓഫ് ദി നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് പറഞ്ഞാൽ 0 ഹെഡ് വരാം, അപ്പോഴാണ് TT വരാം. 1 ഹെഡ് വരാം, അപ്പോഴാണ് HT വരാം, അല്ലെങ്കിൽ TH വരാം. 2 ഹെഡ് വരാം. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റീസ് എഴുതാം നമുക്ക്. അതിനാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. P ഓഫ് എക്സ് 0 വരുമ്പോൾ ഒരു കേസാണ്, അപ്പോൾ 1/4 വരും. 1 വരുമ്പോൾ 2 കേസാണ്, HTയും വരാം THും വരാം, അപ്പോൾ 2/4 വരും. 2 ഹെഡ് ആവുമ്പോൾ HH ആണ്, അപ്പോൾ 1/4 വരും. പ്രോബബിലിറ്റിയിൽ മീൻ കാണാനുള്ള ഫോർമുല E ഓഫ് എക്സ് എന്ന് പറയും, നേരത്തെ പറഞ്ഞതാണ്. E ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫോർമുല ഇതാണ്, സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ് ഫോർമുല. E ഓഫ് എക്സ് അല്ലെങ്കിൽ മീൻ പ്രോബബിലിറ്റിയിൽ കാണാനുള്ള ഫോർമുലയാണ്. മീൻ ഈക്വൽ ടു E ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ആണ്. ഇനി വേരിയൻസും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വേരിയൻസ് അതും കൂടി പറഞ്ഞുതരാം. പ്രോബബിലിറ്റിയിൽ വേരിയൻസ് ഈക്വൽ ടു വി ഓഫ് എക്സ് ആണ്. വി ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല E ഓഫ് എക്സ് സ്ക്വയർ സിഗ്മ E ഓഫ് എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് ഇങ്ങനെ എടുക്കാം, E ഓഫ് എക്സ് സ്ക്വയർ മൈനസ് E ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്നാണ് ആ ഫോർമുല. അതിൻ്റെ ശരിക്കുള്ള ഫോം വരുമ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ മീനോ വേരിയൻസോ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരുന്നത് മീനാണ്, അപ്പോൾ സിമ്പിൾ, വളരെ ഈസിയാണ്. ഇനി വേരിയൻസ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ പി ഓഫ് എക്സ് ആണ്. അപ്പോൾ 0 × 1/4 0 × 1/4 പ്ലസ് 1 × 2/4 പ്ലസ് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് എക്സും പി ഓഫ് എക്സ് എടുക്കുക. 0 × 1/4 പ്ലസ് 1 × 2/4 പ്ലസ് 2 × 1/4 എന്ന് വരും. ഇത് 0 വരും. 0 പ്ലസ് 2/4 പ്ലസ് 2/4 ദാറ്റ് ഈസ് 1 തന്നെ വരും. 1 ഈസ് ദി ആൻസർ.
ഇതുപോലെ വേരിയൻസ് ചോദിക്കാം കേട്ടോ. വേരിയൻസ് കാണാനുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കോളം കൂടി ഉണ്ടാക്കണം. എക്സ് സ്കോർ എന്നുള്ള കോളം ഉണ്ടാക്കണം. എന്നിട്ട് എക്സ് സ്കോറിൻ്റെ പി ഓഫ് എക്സ് എടുത്താൽ ഈ പോർഷൻ കിട്ടും. പിന്നെ എക്സ് പി ഓഫ് എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ സ്കോർ എടുത്താൽ അതും കിട്ടും. ഓക്കെ, വേരിയൻസ് കാണാനുള്ള ഫോർമുലയാണത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത് ആൻ ഇൻറ്റിജർ എക്സ് സാറ്റിസ്ഫൈങ് തന്നിട്ടുണ്ട് ഇവിടെ. ബിറ്റ്വീൻ 10 and 99 ഈസ് ടു ബി ചൂസ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ഓഫ് എക്സ് ഈസ് 7. ഓക്കെ, ഇത് അത്ര ഡിഫിക്കൽട്ട് അല്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്രയാണ്? ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? ടോട്ടൽ കേസസ് ഇൻക്ലൂസീവ് ആണ്, രണ്ട് ഇൻക്ലൂസീവ് ആണ്. ടോട്ടൽ കേസസ് എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 മുതൽ 99 വരെ 90 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ കേസസ് 90 ആണ്. ഇനി ഇവിടെ നമ്പർ ഫേവറബിൾ കേസ് കണ്ടുപിടിക്കാനായിട്ട് അതിൽ ഒരു ഡിജിറ്റ് എപ്പോഴും 7 ആയിരിക്കണം. അപ്പോൾ ഒരു ഡിജിറ്റ് എപ്പോഴും 7 ആകുമ്പോൾ 70 വരാം, 71 വരാം, എക്സെട്ര 79 വരെ വരാം. യൂണിറ്റിൻ്റെ അത് 10th പ്ലേസ് ആണെങ്കിൽ, അതേപോലെ യൂണിറ്റിൻ്റെ പ്ലേസ് ആണെങ്കിൽ ഇതിപ്പോൾ 10th പ്ലേസ് വരും. 7 in 10th പ്ലേസ്. ഇതേപോലെ 7 യൂണിറ്റ് പ്ലേസ് ആവാം. യൂണിറ്റ് പ്ലേസ് ആകുമ്പോൾ എങ്ങനെ വരും? 17, 27, എക്സെട്ര 97. 7 in യൂണിറ്റ് പ്ലേസ്. ഹിയർ 7 in യൂണിറ്റ് പ്ലേസ്. ഇനി അത് എത്ര എണ്ണം ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിൽ എത്ര എണ്ണം വരും? 10 കേസ് വരും. 7, 27, എക്സെട്ര 97 എന്ന് പറയുമ്പോൾ എത്ര കേസ് വരും? എത്ര നമ്പർ വരും? എത്ര വരും? 9 നമ്പർ വരും. 9 നമ്പർ വരും. ഇനി അതിൽ ഒരു നമ്പർ രണ്ടിലും കൂടി ഉള്ളതാണ്. ഒരു നമ്പർ 77 വരുന്ന സമയത്ത്, നിങ്ങൾ 77 വരുന്ന സമയത്ത് 77 ഇതിലും വരും, ഇതിലും വരും. അപ്പം അത് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ടോട്ടൽ ഫേവറബിൾ കേസ്, അപ്പോൾ ഫേവറബിൾ കേസ് എത്രയായിരിക്കും വരിക? ഫേവറബിൾ കേസസ് എന്ന് പറയുമ്പോൾ ഇവിടെ 10 വരും, ഇവിടെ 9 വരും. പക്ഷേ ഈ 77 ഇതിലും ഇതിലും വരും. ഇപ്പോൾ 10 എടുത്തപ്പോൾ തന്നെ അത് അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ അത് ഒരു പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്ര വരും? 18 വരും. ഫേവറബിൾ കേസസ് 80 വരും. അങ്ങനെ വന്നാൽ റിക്വയർഡ് പ്രോബബിലിറ്റി എന്തായിരിക്കും? ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ കേസസ് 18/90 വരും. 18/90, that is 1/5. 1/5 is the answer. 1/5 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതിനൊരു ഷോർട്ട് കട്ട് ഫോർമുലയാണ് കേട്ടോ. വേരിയൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് n നാച്ചുറൽ റൂട്ട് ഓഫ്, വേരിയൻസ് ആകുമ്പോൾ റൂട്ട് വേണ്ട. വേരിയൻസ് ഈസ് ഈക്വൽ ടു n² - 1/12. വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇത് ജനറൽ ഫോർമുലയാണ്. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ റൂട്ട് ഓഫ് n² - 1/12. ഇതാണ് ഫോർമുല. ഇവിടെ ഇപ്പോൾ 10 ആണ്. ഹിയർ n ഈസ് ഈക്വൽ ടു 10. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10 അല്ലോ 30 അല്ലേ? 30 ആണ്. അപ്പോൾ 30² - 1/12, ദാറ്റ് ഈസ് 899/12. 3 is the answer. ഈ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്താൽ മതി. അപ്പോൾ വി ഓഫ് എക്സ് n² - 1/12 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് n² - 1/12 ആണ്. ഓക്കെ, അടുത്തതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദ ചാൻസസ് ടു ഫെയിൽ ഇൻ ഫിസിക്സ് ആർ 20% ആൻഡ് ചാൻസസ് ടു ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ് 10%. ദ പെർസെൻറ്റേജ് ഓഫ്
ചാൻസസ് ടു ഫെയിൽ ഇൻ അറ്റ്ലീസ്റ്റ് വൺ സബ്ജക്റ്റ് ഈസ്. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതെന്ന് വെച്ചാൽ യൂണിയനാണ്, അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ യൂണിയനാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ ഫിസിക്സ് നമുക്കത് FP എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 20/100 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ് അത് വേണമെങ്കിൽ FM എന്ന് കൊടുക്കാം. അത് 10/100 ആണ്. ഈ മാത്തമാറ്റിക്സും ഫിസിക്സും എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ്. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആയതുകൊണ്ട് അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ ഫിസിക്സ് ഇൻ്റർസെക്ഷൻ ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പ്രോബബിലിറ്റി ഓഫ് F ഇൻറ്റു P ഓഫ് P ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ്. ഇതാണ് സംഭവം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ ഫിസിക്സ് യൂണിയൻ ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ ഫിസിക്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ് മൈനസ് ഇത് വരും. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇതേ വരുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ ഫിസിക്സ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഫെയിൽ ഇൻ മാത്തമാറ്റിക്സ്. എല്ലാ വാല്യൂസ് അറിയാം. ദാറ്റ് ഈസ് 20/100 പ്ലസ് 10/100 മൈനസ് 20/100 ഇൻറ്റു 10/100. അത് സിംപ്ലിഫൈ ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 28/100. ദാറ്റ് ഈസ് 28%. 28% is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കറക്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നില്ല. അത് ഇവിടെ ഒരു K ഉണ്ടായിരുന്നു, പിന്നെ ഈ സെക്ഷൻ ഇല്ല, ഈ സെക്ഷൻ ഇല്ല, ഇതില്ല. ഇത് തെറ്റാണ്. വാല്യൂ ഓഫ് K ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻസും തെറ്റാണ്. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. ഞാൻ പറഞ്ഞുതരാം. PDF എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അത് x<2 ആകുമ്പോൾ 0 ആണ്. എക്സിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 2 and 4 ആകുമ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. x>4 ആകുമ്പോൾ 0 ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം 0 ആണത്. പിന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സം കാണാനുള്ളത് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓഫ്, ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് -∞ to ∞ P of x dx equal to 1. -∞ to +∞ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, ടോട്ടൽ കേസസ് ആണ്. ടോട്ടൽ പ്രോബബിലിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ സം കാണാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടോട്ടൽ P of x അത് 1 ആണ്. അതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. ഇവിടെ ഇപ്പോൾ ദിസ് ഇംപ്ലൈസ്, ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ -∞ to 0 x<2 എന്ന് പറഞ്ഞാൽ -∞ to 2 വരെ വരാം, -∞ to 2 വരെ വരാം. 0 dx ആണ്. പ്ലസ് പിന്നെ 2 to 4 K ഇൻറ്റു 3 + 2x/18 dx ആണ്. പ്ലസ് പിന്നെ 4 to ∞ ആണ്. x>4 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്. 0 dx എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്താൽ ആണ് ഈ സംഭവം വരുന്നത്. അതെന്തായിരിക്കും? 1 ആണ്. അത് 1 ആണ്. അതിൽ ഇത് 0 ആയിരിക്കും, കാരണം ഇൻ്റഗ്രൽ 0 ആണ്, ഇൻ്റഗ്രൽ 0 ആണ്. അപ്പം അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ therefore ഇൻ്റഗ്രൽ 2 to 4 K/18 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. K/18 ഇൻറ്റു 3 + 2x dx = 1 വരും. ഇൻ്റഗ്രേറ്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ K/18 ഇൻറ്റു 3ൻ്റെ 3x ആണ്, പ്ലസ് 2xൻ്റെ 2x² 2 വരും. അപ്പോൾ x² വരും. ലിമിറ്റ് ഫ്രം 2 to 4 that is equal to 1 വരും. that is equal to 1 വരും. അപ്പോൾ K ഇൻറ്റു ഈ K/18 തന്നെ കൊടുക്കാം. K/18 ഇൻറ്റു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 4 × 3 12,
12 പ്ലസ് 4 സ്ക്വയർ 16. ഇതിൻ്റെ ഓവർ ലിമിറ്റ് കൊടുക്കുക 3 into 2 പ്ലസ് 2 സ്ക്വയർ 4. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1. ദിസ് ഈസ് ഈക്വൽ ടു 1. റൈറ്റ് ആൻസർ ഈസ് 1. ഇത് സിംപ്ലിഫൈ ചെയ്യാം. k/18 ഇൻറ്റു ഇത് 28 ആണ്. 28 മൈനസ് ഇത് 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെ വരുമ്പോൾ 28 മൈനസ് 10 18 അല്ലേ? 18 ക്യാൻസൽ ആയി പോകും. അപ്പോൾ k ഈക്വൽ എത്ര വരും? k ഈക്വൽ ടു 1. k ഈക്വൽ ടു 1 ഈസ് ദ ആൻസർ. അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ k ഇൻറ്റു ആണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് മാറിയിട്ടുണ്ട്. ഇത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്സ് ആയി വന്നതാണ്. ഓക്കെ, ദെൻ k ഈസ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ. PDF അതിൻ്റെ പേര് കണ്ടിന്യൂസ് f(x) ഈക്വൽ ടു ദിസ്. ദെൻ k ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഓക്കെ, k ഈസ് ഈക്വൽ ടു 1. ഇതാണ് മെത്തേഡ്. ഇടയ്ക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ കോൺസെപ്റ്റ് ടോട്ടൽ പ്രോബബിലിറ്റി ആണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ ഇത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇൻ്റഗ്രേഷന് പകരം സിഗ്മ ഉപയോഗിച്ചോളാം. നിങ്ങൾ ഈ നൊട്ടേഷൻ ഉപയോഗിക്കും. ആക്ച്വലി ഇതൊന്നും NCERT ബുക്കിൽ ഇല്ല. പണ്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. പക്ഷേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇപ്പോഴും അതൊന്നും കളഞ്ഞിട്ടില്ല. ഓക്കെ, വളരെ ലെങ്തി ഒരു സെക്ഷനാണത്. അപ്പോൾ ഓർക്കാൻ പറ്റിയാൽ ഓർത്തിരിക്കുക കേട്ടോ. ഇതാണ് മെത്തേഡ്. ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതൊക്കെ ചോദിക്കാം. ഇതൊക്കെ NCERT ബുക്കിലുള്ള ടൈപ്പാണ്. The mean of 6 observations 1, 2, 4, 5 x and y be 5 and their variance is 10. Then the value of x. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മീൻ 5 ആണ്. മീൻ എന്ന് പറയുമ്പോൾ എത്ര വരും? 1 + 2 + 4 + 5 + x + y ഡിവൈഡ് എത്രയാണ്? 1, 2, 6 അല്ലേ? അത് 5 ആണ്. 1 + 2 + 4 അത് 5 ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് x + y ഈസ് ഈക്വൽ ടു 18 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ 18. അപ്പോൾ y ഈസ് ഈക്വൽ ടു നമുക്ക് 18 മൈനസ് x എന്ന് എഴുതാം. y ഈസ് ഈക്വൽ ടു 18 മൈനസ് x എന്ന് എഴുതാം. ഇനി വേരിയൻസ് ആണെങ്കിലോ? വേരിയൻസ് ആണെങ്കിൽ x മൈനസ് x ബാർ ഹോൾ സ്ക്വയർ ആണ്. ഓരോ x നിന്നും x ബാർ 5 ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 1 മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് x മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? 6 അല്ലേ? നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഈസ് ഗിവൺ ആസ് എത്ര? 10 ആണ് തന്നിരിക്കുന്നത്. അത് 10 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഇവിടെ നോക്കി x കണ്ടുപിടിച്ചാൽ മതി. x കണ്ടുപിടിക്കണമെങ്കിൽ y എലിമിനേറ്റ് ചെയ്യണം. y ഇവിടെ ഉണ്ട് 18 മൈനസ് എക്സ്. നിങ്ങൾ ഈ yക്ക് 18 മൈനസ് എക്സ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം വളരെ ഈസിയാണ്. ഇത് മൈനസ് 4 സ്ക്വയർ എത്ര വരും? 16 + 9 + 1 + 0. ഇത് എക്സ്പാൻഡ് ചെയ്യുക. x മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇവിടെ 18 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 18 അപ്പോൾ 13 + 13 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ വരും. ഈക്വൽ ടു എത്ര വരും? 60 വരും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. അത് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് x ഈസ് ഈക്വൽ ടു 10 വരും, x ഈസ് ഈക്വൽ ടു 8 വരും. രണ്ട് ആൻസർ വരും. രണ്ടും കറക്റ്റാണ്. x ഈസ് ഈക്വൽ ടു 10 വരാം, അല്ലെങ്കിൽ 8 വരാം. ഏത് ആൻസർ എഴുതിയാലും കറക്റ്റാണ്. ഇതാണ് സംഭവം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ആവും. സിംപ്ലിഫൈ ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇത്തിരി പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറയാൻ കാരണം നമുക്കിത് പഠിക്കാനേ ഇല്ല. NCERT ബുക്കിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ സംഭവം. മൊമെന്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൊമെന്റ്സ് ഡിനോട്ട് ചെയ്യണത് μ1 μ2 ഇങ്ങനെ പോകും. ഇത് ഫസ്റ്റ് മൊമെന്റ്, സെക്കൻഡ് മൊമെന്റ്, അങ്ങനെ പോകും. തേർഡ് മൊമെന്റ്. ഈ സംഭവമാണ് മൊമെന്റ്സ്. അതിനൊരു ഫോർമുലയുണ്ട്. ഫസ്റ്റ് മൊമെന്റ് കാണാനുള്ള ഫോർമുല about 5. 2 മൊമെന്റ് about the value 5. The first moment about 5 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല ഇങ്ങനെയാണ്. ശരിക്കും അത് x മൈനസ് മ്യൂ എന്ന് പറയും. അത് 2 ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ e ഓഫ് x മൈനസ് 5 ആണ്. about 5 എന്ന് പറയുമ്പോൾ e ഓഫ് x മൈനസ് 5 ആണ്.
ദറ്റ് ഈസ് 2. അത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഓരോന്നിനും എക്സ്പെക്ടേഷൻ എടുക്കുക. ഇ ഓഫ് എക്സ് കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ദറ്റ് ഈസ് 2. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇ ഓഫ് എക്സ് 5, ഈ 5ന്റെ എക്സ്പെക്ടേഷൻ 5 കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. ദിസ് ഇംപ്ലൈസ് ഇ ഓഫ് എക്സ് ഈക്വൽ ടു 7 വരും. ഇനി അടുത്ത് തന്നിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് 2 ഇതാണ് ഫസ്റ്റ് മൊമെന്റ്. സെക്കൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് μ2 ആണ്. ഇതാണ് μ1 കാണാനുള്ള ഫോർമുല. ഫസ്റ്റ് മൊമെന്റ് μ1 കാണാനുള്ള ഫോർമുല. μ2 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വേരിയൻസ് തന്നെയാണ്. μ2 കാണാനുള്ള ഫോർമുല ഇ ഓഫ് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇവിടെ റേസ് ടു 1, ഫസ്റ്റ് മൊമെന്റിൽ ഇവിടെ റേസ് ടു 1 ആയിരിക്കും. μ2 കാണണമെങ്കിൽ ഈ റേസ് ടു എക്സ് മൈനസ് ഇവിടെയാണ് പവർ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ 1 വരും. സെക്കൻഡ് മൊമെന്റ് ആകുമ്പോൾ μ2 അത് സ്ക്വയർ ആവും. ഇനി 3 തേർഡ് മൊമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എക്സ് മൈനസ് 5 റേസ് ടു 3 വരും. അങ്ങനെ ജനറലി nth മൊമെന്റ് ആണെങ്കിൽ μn അത് ഇ ഓഫ് എക്സ് മൈനസ് 5 റേസ് ടു n വരും. അത്ര നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ 2 മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടും. ഇനി ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആക്ച്വലി മറ്റൊരു റിസൾട്ടും കൂടിയുണ്ട്. μ2 എന്ന് പറഞ്ഞാൽ വേരിയൻസ് തന്നെയാണ്. അതൊരു സ്പെഷ്യൽ കേസാണ്. സെക്കൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് തന്നെയാണ്. അതായത് സിഗ്മ സ്ക്വയർ ആണ് ഇ ഓഫ് എക്സ് മൈനസ് മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ഇവിടെ അത് 5 ആണ്, അബൌട്ട് 5 ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർമുല ഇങ്ങനെയാണ്. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 5 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 5 പ്ലസ് 5 മൈനസ് മ്യൂ അബൌട്ട് 5 ആണല്ലോ. അപ്പോൾ 5 മൈനസ് മ്യൂ എന്ന് വരും. 5 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ വരും. ഇതും കൂടി ഒരുമിച്ച് ഇങ്ങനെ എടുക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 5 പ്ലസ് 5 മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ഇൻറ്റു 5 മൈനസ് മ്യൂ പ്ലസ് 5 മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിലെയും ഇതെടുത്താൽ ഇ ഓഫ് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുക 2 ഇൻറ്റു 5 മൈനസ് മ്യൂ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 5 പ്ലസ് ഇത് 5 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ തന്നെയാണ്. 5 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ അത് 20 ആണ്. അത് 20 ആണ്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 5 അത് 2 ആണ്. അത് എത്രയാണ്? 2 ആണ്. പ്ലസ് എത്ര സിംപ്ലിഫൈ ചെയ്യാം? 5 മൈനസ് മ്യൂ 5 മൈനസ് മ്യൂ ദറ്റ് ഈസ് 2 ഇൻറ്റു അപ്പോൾ എത്ര വരും? 2 ഇൻറ്റു അത് 2 ആണ്. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ട്, 2 ഉണ്ട്, 2 വരും 8 ആവും. പിന്നെ 5 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അതും 2 ആണല്ലോ. 5 മൈനസ് മ്യൂ ഹോൾ ദറ്റ് ഈസ് 2 സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആണ്. ദറ്റ് ഈസ് ഇവിടെ ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറായി. ഇവിടെ മ്യൂ 7 അല്ലേ, 2 മൈനസ് മ്യൂ -2 വരും. -2 വരും. ഇത് -2 സ്ക്വയർ ആവും. ദറ്റ് ഈസ് 20 മൈനസ് 8 പ്ലസ് 4 വരും. 24 മൈനസ് 8 16 വരും. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ചോദിച്ചാണ്. √16 വരും. ദറ്റ് ഈസ് 4 വരും. 4 ഈസ് ദ ആൻസർ. പക്ഷെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം ഇത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് തിയറി പാർട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വളരെ പ്രയാസമായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുക, അതാണ് നല്ലത്. കാരണം ഇതെല്ലാം പഠിച്ചതിന് ഇപ്പോൾ എൻട്രൻസ് എക്സാം എഴുതാൻ സമയമില്ല. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കണ്ട കാരണം ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് തിയറി പാർട്ട് വരുന്നുണ്ട്. ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺസ് 30% ആർ വിമൻ. ഇതൊക്കെ ഈസിയാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ചോദിക്കാം. ഇതൊക്കെ NCERT ബുക്കിലുള്ള ടൈപ്പ് തന്നെയാണ്. 65% ഓഫ് ദി മെൻ ആൻഡ് 40% ഓഫ് ദി വിമൻ പേ ഇൻകം ടാക്സ്. ദ പ്രോബിലിറ്റി ദാറ്റ് റാൻഡംലി ചൂസൺ പേഴ്സൺ ഇസ് നോട്ട്. കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫീമെയിൽസ് എത്രയാണ്? ടോട്ടൽ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ടോട്ടൽ നിങ്ങൾ 100 അസ്യൂം ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ഫീമെയിൽസ് എത്ര വരും? നമ്പർ ഓഫ് ഫീമെയിൽസിൻ്റെ എണ്ണം 30 വരും. അപ്പോൾ മെയിൽസ് ഓട്ടോമാറ്റിക്കലി എത്രയായിരിക്കും? 100 - 30 70 ആയിരിക്കും. അത് മനസ്സിലാക്കണം. പെർസെൻറ്റേജ് ആയതുകൊണ്ട് ടോട്ടൽ 100 അസ്യൂം ചെയ്യാം. ഫീമെയിൽ 30 ആകുമ്പോൾ മെയിൽ 100 - 30 എത്ര ഒരു 70 വരും. ഇനി ഈ 30യുടെ 40% ആണ് ഇൻകം ടാക്സ് അടയ്ക്കുന്നത്. 30യുടെ അപ്പോൾ 30യുടെ 40% എന്ന് പറയുമ്പോൾ 30 × 40/100 അത് എത്ര വരും? 12 വരും. അപ്പോൾ ഈ 12 ആണ് നമ്പർ ഓഫ് ഫീമെയിൽസ് പേയിങ് ഇൻകം ടാക്സ്. നമ്പർ ഓഫ് ഫീമെയിൽസ് ഇൻകം ടാക്സ് പേയ്സ്. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ഇൻകം ടാക്സ് പേയേഴ്സ് ആണ് എത്ര? 12 പേര്. ഇനി മെൻ 70 ഉണ്ട്, അതിൻ്റെ 40%. അപ്പം മെന്നിൻ്റെ കേസിലാണെങ്കിൽ 70 × 65% ഓഫ് ദി മെൻ. അപ്പോൾ 65/100 എത്ര വരും? സിംപ്ലിഫൈ ചെയ്യാം. 70 × അത്രയും ആണുങ്ങളുണ്ട്, ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആണുങ്ങളുണ്ട്. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 45.5 വരും. അത്രയും പേര് വരും. ഫീമെയിൽ 12 പേരാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. മെയിലിൽ 45.5 ആണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇൻകം ടാക്സ് പേയേഴ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് IT എന്നിട്ടാൽ മതി. ഇൻകം ടാക്സ് നമുക്ക് IT എന്നുള്ളൂ. IT പേയേഴ്സ് ഈക്വൽ ടു 12 + 45.5 എന്ന് പറഞ്ഞാൽ 57.5. അത്രയും പേരുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് IT പേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ടോട്ടൽ 100 അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഇതാണ് ഫേവറബിൾ കേസ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇൻകം ടാക്സ് പേയേഴ്സ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് IT പേയേഴ്സ് എന്ന് പറഞ്ഞാൽ 57.5/100 ആണ്. ആ പ്രോബബിലിറ്റി ഓഫ് ഇതിൻ്റെ കോംപ്ലിമെന്റ് നോട്ട് ഇൻകം ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞാൽ 1 - 57.5/100 വരും. ഗരിസിക്കൂടെ എത്ര വരും? 0.425. 0.425 is the answer. അതാണ് ആൻസർ ആയിട്ട് വരും. 0.425. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് വെൻ ഡയഗ്രം വരച്ച് നോക്കി അറിയാവുന്നതല്ല. സാമ്പിൾ സ്പേസിങ്ങിന് വെറുതെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യെസ്, AB ഇത് A ഇന്റർസെക്ഷൻ B ആണെന്ന് അറിയാലോ. ബി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെന്റ്. ബി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ പോർഷൻ വരും. ഇതാണ് ബി ഡിഫറൻസ്. അത് നമുക്ക് ഇങ്ങനെയും പറയാം, A കോംപ്ലിമെന്റ്. എക്ക് പുറത്തും എന്നാൽ ബിയുമായിട്ടുള്ള ഇന്റർസെക്ഷൻ ആണ് ഈ കാണുന്നത്. അത് കറക്റ്റ്. നമുക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ആണ്. ഇത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ആൻസർ ആവില്ല, കാരണം ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇത് A ആണ്, ക്യാപിറ്റൽ ആണ്. പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് ദിസ് പോർഷൻ പ്ലസ് ദിസ് പോർഷൻ കറക്റ്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പിന്നെ B മൈനസ്, ഇതാണ് B മൈനസ് എന്ന് പറഞ്ഞത്. ഈ ഷെയ്ഡഡ് പോർഷൻ ആണ് B മൈനസ്. അപ്പം ഇതും കറക്റ്റ് ആണ്.
ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഡിഫറൻസ് ബി. എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാൽ ഇതാണ് എ ഡിഫറൻസ് ബി. എയിൽ നിന്ന് ബി മാറ്റിയാൽ ഇത് ശരിയാവും. നോക്കിയേ, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണോ? എ എന്ന് പറഞ്ഞാൽ ഇതാണ് കംപ്ലീറ്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആവില്ല, ശരിയാവില്ല. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. നമ്മുടെ ആൻസർ ഇതാണ്. അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a multiple choice examination with 4 multiple options, out of which this can say type out of which only one is correct for each of 5 questions, the probability that a candidate would get 4 correct answers by just guessing is. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ n നമുക്ക് എത്രയാണ്? 5 ക്വസ്റ്റ്യൻസ് അല്ലേ? n 5 ആണെന്ന് എടുക്കാം നമുക്ക്. ലെറ്റ് us take n is equal to 5. ഓപ്ഷൻസ് നമുക്ക് 4 ആണ്, m ആണെന്ന് നോക്കാം. എന്നെടുക്കാം നമുക്ക്. ലെറ്റ് us സപ്പോസ്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരെണ്ണമല്ലേ കറക്റ്റ് ആവുള്ളൂ. 4 ഓപ്ഷൻസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് 1/4 ആണ്. പ്രോബബിലിറ്റി സക്സസ് 1/4 ആണ്. അത് നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്ക് അല്ലെങ്കിൽ 1/m എന്നും പറയാം. അത് നിൽക്കട്ടെ. പ്രോബബിലിറ്റി ഓഫ് സക്സസ് 1/4 ആണ്. അപ്പോൾ 1 - q എന്ന് പറഞ്ഞാൽ 1 - p ആണ്. അപ്പോൾ നമുക്ക് അത് 3/4 ആയിട്ട് എടുക്കാം. അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തായിരുന്നു? NCX P of x is equal to NCX P raised to x Q raised to n minus s നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. NCX P raised to x Q raised to n minus s നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് 5CX ആണ്. P എത്രയാണെന്ന് നോക്കിയാൽ 1/4 raised to x ആണ്. Q എന്ന് പറഞ്ഞാൽ 1 - p ആണ്. 3/4 raised to 5 - x ആണ്. 3/4 raised to 5 - x ആണ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ഇപ്പോൾ m is equal to 4, m അല്ലെങ്കിൽ x. ഇവിടെ x അല്ലെങ്കിൽ അതായത് for each of the 5 questions the probability that a candidate would get 4 correct, 4 കറക്റ്റ് ആൻസർ ആവണം. 4 കറക്റ്റ് ആൻസർ ആകുമ്പോൾ ഇവിടെ ഞാൻ എക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എക്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എക്സ് എടുത്തോ, എം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് വേണമെന്നില്ല. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 ആണ് ചോദിച്ചിരിക്കുന്നത്. വുഡ് ഗെറ്റ് 4 കറക്റ്റ് ആൻസേഴ്സ് ബൈ ജസ്റ്റ് ഗസ്സിങ്. അപ്പോൾ അത് 5C4 1/4 raised to 4 3/4 raised to 5 - 4 എന്ന് വരും. 5C4 1/4 raised to 4 3/4 raised to 5 - 4 എന്ന് വരും. That is 5C4 5 ആണല്ലോ. 1/4 raised to 4 into 3/4. 5 - 4 1 ആണ്. 3/4. That is equal to എത്ര വരും? 5 into 3. 5 into 3 15 ആണ്. 15 into 1/4 raised to 5. That is 15 divided by 1024. 15 divided by 1024 is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇൻ 4 throws with pair of dice, the chance of throwing doublets at least twice ആണ് കേട്ടോ. ഡബിളറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 4 4 5 5 6 6. അതിനെയാണ് നമ്മൾ ഡബിളറ്റ്സ് എന്ന് പറയാം കേട്ടോ. ആ പ്രോബബിലിറ്റി ഓഫ് ത്രോയിങ് എ ഡബിളറ്റ്. അപ്പോൾ 1 1 2 2 3 3 4 4 5 5 ഇതിനാണ് ഡബിളറ്റ്സ് എന്ന് പറയാം. 6 കേസ് വരും. അപ്പോൾ ഒരു ഡബിളറ്റ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 6/36 ആണ്. Probability of a doublet is 6/36. That is 1/6. Probability of a doublet. അത് നമുക്ക് P ആയിട്ട് എടുക്കാം, സ്മോൾ p ആയിട്ട് എടുക്കാം. അപ്പോൾ Q എന്തായിരിക്കും? 1 - p.
1 മൈനസ് 1/6 ഈസ് 5/6. അത് ഒരു ഡബിളറ്റ് കിട്ടാനുള്ള ചാൻസ് ആണ്. നമുക്ക് അങ്ങനെ എത്ര വേണം നോക്കിയാൽ ചാൻസ് ഓഫ് ത്രോയിങ് ഡബിൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ട്വൈസ്. അപ്പോൾ എത്ര പ്രാവശ്യം ടോസ് ചെയ്യുന്നുണ്ട്? 4 ത്രോസ് ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ എടുക്കാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണ്. 4 ത്രോസ് എന്ന് പറയുമ്പോൾ അതാണ് എൻ. അപ്പോൾ 4cx പി എത്രയാണ്? 1/6 റേസ് ടു എക്സ്. ക്യൂ എത്രയാണ്? 5/6 റേസ് ടു 4 മൈനസ് എക്സ്. ഇനി അറ്റ്ലീസ്റ്റ് ടോയ്സ് എന്ന് പറയുമ്പോൾ പി ഓഫ് 2 എങ്കിലും പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3 പ്ലസ് പി ഓഫ് 4 കണ്ടുപിടിക്കണം. ഇതാണ്. അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഐഡിയ ഉപയോഗിക്കാം. 1 മൈനസ് പി ഓഫ് 1 പ്ലസ് 1 മൈനസ് അറ്റ്ലീസ്റ്റ് 1 മൈനസ് അങ്ങനെ ഇതിന്റെ കോംപ്ലിമെന്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേണ്ട, ഇതിപ്പോൾ 3 ടേം ഉള്ളതുകൊണ്ട് ഇതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റിക്വേർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് അറ്റ്ലീസ്റ്റ് ടോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിക്വേർഡ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഓരോ കേസും കണ്ടുപിടിക്കാം. പി ഓഫ് 2 കണ്ടുപിടിക്കാം. പി ഓഫ് 2 ഡയറക്റ്റ് ആയിട്ട് പി ഓഫ് 2 എത്ര വരും നോക്കിയാൽ പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 4c2 1/6 റേസ് ടു 2 5/6 റേസ് ടു 4 മൈനസ് 2. പി ഓഫ് 3 ഈക്വൽ ടു 4c3 1/6 റേസ് ടു 3 5/6 റേസ് ടു 4 മൈനസ് 3. പി ഓഫ് 4 എന്ന് ഈസിയാണ്, വേഗം കിട്ടും. 4c4 1/6 റേസ് ടു 4 5/6 റേസ് ടു 4 മൈനസ് 4. അത് 1 ആയിട്ട് മാറും. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. എല്ലാം കൂടി ആഡ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അത് ഓരോന്നും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇത് 150 ഡിവൈഡഡ് ബൈ 1296 വരും. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഞാൻ സിംപ്ലിഫൈ നോക്കിയതാണ്. ഇത് 20 ഡിവൈഡ് ബൈ 1296 വരും. ലാസ്റ്റ് 1 കിട്ടാൻ പോകുന്നത്, കാരണം ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് 1 ആണ്, ഇത് 1 ആണ്. അപ്പോൾ 1/1296 6 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1296 ആണ് എല്ലായിടത്തും. ഇവിടെ 6 റേസ് ടു 4 വരും, ഇവിടെ 6 റേസ് ടു 4 താഴെ വരും. ബാക്കിയുള്ളത് അത് എല്ലാം കൂടി ആഡ് ചെയ്യാം. അതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 171/1296 വരും. 171/1296 എന്ന് പറയും. അപ്പോൾ 19 അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് കിട്ടിയ ഓപ്ഷൻ 19 ഡിവൈഡഡ് ബൈ 144 എന്ന് വരും. ചെക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് ആൻസർ വരിക. ഇതാണ് എൻ്റെ മെത്തേഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഗിവൺ ദാറ്റ് ഇ ഓഫ് എക്സ് പ്ലസ് സി. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ഇ ഓഫ് കോൺസ്റ്റന്റ് എക്സ്പെക്ടേഷൻ കോൺസ്റ്റന്റ് തന്നെയാണ്, 12 ആണ്. ഇവിടെ ഇ ഓഫ് എക്സ് മൈനസ് സി 8 ആണ്. സി ആണ് ചോദിച്ചത്, വെറുതെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇ ഓഫ് എക്സ് കട്ടായി പോകും. 2c4 വരും, c 2 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ കോൺസെപ്റ്റ് കിട്ടിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത് നോക്കാം. എ ബോക്സ് കൺസിസ്റ്റ് ഓഫ്, ഇതൊക്കെ ഈസിയാണ്. എ ബോക്സ് കൺസിസ്റ്റ് ഓഫ് 10 white 4 red 2 black balls. If 2 balls are chosen from the box at random, then the probability of getting at least 1 white, ഒരു വൈറ്റ് എങ്കിലും നമുക്ക് വേണം. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് അറ്റ് ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോൾ ഒന്നും ഇല്ലാത്ത കേസ് എടുത്താൽ മതി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ്, നോക്കൂ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളൂ. ഇതാണ് ബോക്സ്. ബോക്സിൻ്റെ അകത്ത് 10 വൈറ്റ് ഉണ്ട്, 4 റെഡ് ഉണ്ട്, 2 ബ്ലാക്ക് ഉണ്ട്. 2 ബോളാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് വേണ്ട, അപ്പോൾ വൈറ്റ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര ബോളായി? 6 ബോളായി. 6 ബോളിൽ നിന്ന് 2 ബോൾ എടുക്കുന്നത് 62 ബേസ് ആണ്. ഡിവൈഡ് ടോട്ടൽ കേസ് എത്ര വരും? 14 ഉണ്ട് 16.
16 സീറ്റ് വരും. ദിസ് ഗീവ്സ് ദി ആൻസർ. ഇതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 16. സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, 16 കിട്ടി. ദറ്റ് ഈസ് 14/16 വരും. ദറ്റ് ഈസ് 2 വെച്ചാകുമ്പോൾ 7/8 വരും. A probability of at least 1 is equal to probability of 1 minus none. A probability of at least 1 white is equal to 1 minus probability of none of them is white. അപ്പോൾ വൈറ്റ് അവോയ്ഡ് ചെയ്യുക. വൈറ്റ് അവോയ്ഡ് ചെയ്തിട്ടാണ് ഫേവറബിൾ കേസുകൾ എടുക്കേണ്ടത്. ഓക്കെ, അത് ഈസിയാണ്. അടുത്ത്, ഫ്രം 4 gentlemen and 6 ladies, a committee of 5 is to be selected. The number of ways in which the committee can be formed so that the gentlemen are in majority. ഇത് പ്രോബബിലിറ്റി എല്ലാം അറിയാലോ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ചോദിച്ചാൽ കോമ്പിനേഷൻ്റെ കോൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ 4 ജെന്റിൽമാൻ ഉണ്ട്, 6 ലേഡീസ് ഉണ്ട്. നമുക്ക് കമ്മിറ്റി ഫോം ചെയ്യേണ്ടത് 5 പേരുടെ കമ്മിറ്റിയാണ് ഫോം ചെയ്യേണ്ടത്. പക്ഷെ അതിലൊരു കണ്ടീഷൻ ഉണ്ട്, ഇൻ വിച്ച് ദ കമ്മിറ്റി ക്യാൻ ബി ഫോംഡ് സോ ദാറ്റ് ദ ജെന്റിൽമാൻ ആർ മെജോറിറ്റി. അപ്പോൾ നമുക്ക് 4 പേരും ഇവരാവാം, ജെന്റിൽമാൻ ആവാം. 5 പേരുടെ കമ്മിറ്റിയാണ് വേണ്ടത്, അപ്പോൾ ഒരാൾ ഇതാവും, അപ്പോൾ 5 ആയില്ലേ. അല്ലെങ്കിൽ 3 പേര് ഇവരാവാം, 2 പേര് ലേഡീസ് ആവാം, അപ്പോഴും 5 പേരായി. ഇവിടെ ജെന്റിൽമാൻ ഇവരെക്കാൾ കൂടുതലാണ്. ഇനി കുറയ്ക്കാൻ പറ്റില്ല. ഇവിടെ 4 ആയി, 3 ആയി, 2 ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോസിബിൾ അല്ല. അപ്പോൾ ഇത് നമുക്ക് എത്ര കോമ്പിനേഷൻ വരും? 4 ജെന്റിൽമാനിൽ നിന്ന് 4 പേരെടുക്കണം ഈ കമ്മിറ്റിക്കകത്ത്. അപ്പോൾ 4C4 ഇൻറ്റു 6C1 വരും. 6ൽ നിന്ന് ഒരാളെ 4C4 ഇൻറ്റു 6C1 വരും. ഇവിടെ 4ൽ നിന്ന് 3 പേരെടുക്കണം. അപ്പോൾ 4C3 ഇൻറ്റു 6C2 വരും. 2 പേര് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് ആൻസറായി. 4C4 ഇൻറ്റു 6C1 പ്ലസ് 4C3 ഇൻറ്റു 6C2 ആഡ് ചെയ്താൽ എത്ര വരും? ഫസ്റ്റ് കേസിൽ 6 വരും അല്ലേ. ഇത് 6 വരും, ഇത് 60 വരും, 66 വരും. 66 is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആക്ച്വലി പ്രോബബിലിറ്റി സ്റ്റാറ്റിക്സ് ആണ് ഉദ്ദേശിച്ചിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. ഇന്റഗ്രൽ -2 to മോഡുലസ് ഓഫ് ബോക്സ് എക്സ് മോഡുലസ് ഡി എക്സ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഗ്രേറ്റസ്റ്റ് ബോക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണെന്ന് അറിയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ബോക്സ് 1.2 1 ആണ്, ബോക്സ് 1 1 ആണ്, ബോക്സ് 0.1 0 എന്നൊക്കെ അറിയാം. ബോക്സ് -0.1 എന്തായിരിക്കും? -1 ആയിരിക്കും. ബോക്സ് -1.2 -2 ആയിരിക്കും. ഈ കോൺസെപ്റ്റ് ഒക്കെ വേണം കേട്ടോ. ഇത് സ്പ്ലിറ്റ് ചെയ്യണം, നമുക്ക് റേഞ്ച് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഓരോരോ കേസായിട്ടും -2 to -1 എക്സിൻ്റെ വാല്യൂ നോക്കൂ. -1.2 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ -2നും -1 ഇടയ്ക്ക് ബോക്സിൻ്റെ വാല്യൂ -2 ആയിരിക്കും. അതിൻ്റെ മോഡുലസ് വരുമ്പോൾ 2 വരും, 2dx. -1 to 0 -1 to 0 ബോക്സിന്റെ വാല്യൂ നോക്കൂ, -1 ആയിരിക്കും. ബോക്സ് എടുക്കുമ്പോൾ അത് 1 വരും, 1dx. 0 to 1 ബോക്സിന്റെ വാല്യൂ 0 ആയിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. 0.1 0 ആണ്, അപ്പോൾ അത് 0dx ആണ്. പ്ലസ് 1 to 2 ബോക്സിന്റെ വാല്യൂ 1 ആയിരിക്കും, ദാറ്റ് ഈസ് 1dx. ഇന്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ റേറ്റ് ചെയ്താൽ മതി. 2ൻ്റെ ഉണ്ട്, 2x ആണ്. -2 to -1 ചെയ്യാം നിങ്ങൾ. ഇത് 1ൻ്റെ x ആണ്, -1 to 0 ചെയ്യാം. ഇത് പിന്നെ 0 ആണ്. ഇത് x ആണ്, ഫ്രം 1 to 2 ചെയ്യാം. വെറുതെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, വാല്യൂസ് കൊടുക്കുക. യു വിൽ ഗെറ്റ് 4. ഫോർ ഈസ് ദ ആൻസർ. അത് ഇൻറ്റഗ്രേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്ന ടൈപ്പാണ്. ബോക്സ് ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് വേണമെന്ന് മാത്രം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന്റെ കോൺസെപ്റ്റ് വേണം. വീണ്ടും പ്രോബബിലിറ്റിയിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, ഇവിടെ
3 നാച്ചുറൽ നമ്പേഴ്സ് ആണ് സെറ്റ് തന്നിട്ടുണ്ട് നമുക്ക് 100. പിന്നെ ദ പ്രോബിലിറ്റി ദാറ്റ് ദി aim ഓഫ് ദി നമ്പേഴ്സ് ടേക്കൺ ഇൻ ഈസ് 15 ഈസ്. അപ്പോൾ സം ഓഫ് ദ 3 നമ്പേഴ്സ്, അപ്പോൾ നമ്മൾ 3 നമ്പേഴ്സ് എടുക്കും. 1 തുടങ്ങി 100 നിന്ന് 3 നമ്പേഴ്സ് എടുക്കും. ഇവിടെ എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് എന്താ? 1 2 3 എക്സെട്ര 100 ആണ് സാമ്പിൾ സ്പേസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. സം നമുക്ക് നമ്മുടെ 3 നമ്പേഴ്സ് എടുക്കുന്നു, അതിൻ്റെ സം എത്ര വരണം? 15 എന്ന് വരാം. ആ കോമ്പിനേഷൻസ് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. 15 വരുന്നത് അതാണ് ഫേവർ. 1 to 12 1 to 12 സം 15 വരുന്ന കോമ്പിനേഷൻസ് നോക്കണം. 1 3 11 അത് അവിടെ മാത്രമാണ് നമ്മുടെ സ്കിൽ. അത് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ എഴുതി നോക്കിയതാണ്. 12 കോമ്പിനേഷൻ എനിക്ക് കിട്ടി. 1 4 10 എക്സെട്ര എക്സെട്ര. നിങ്ങൾ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതാം. 4 5 6 എല്ലാ കോമ്പിനേഷൻ വരും. 4 5 6 കണ്ടുപിടിക്കാൻ പറ്റൂല, ഞാൻ എഴുതണം. 4 5 6 വരും. വേണമെങ്കിൽ എല്ലാം എഴുതാം. 1 4 1 5 9 1 5 9 വരുന്നുണ്ട് അല്ല. സം 15 കിട്ടിയാൽ മതി. പിന്നെ 1 6 8 വരുന്നുണ്ട് അല്ലെ. 8 6 14 15 ഞാൻ എഴുതി നോക്കിയതാണ്. പിന്നെ 2 3 10 വരുന്നുണ്ട് കോമ്പിനേഷൻ ആയിട്ട്. 2 അപ്പോൾ അതിന് 15 ആണ് വരിക. 2 4 9 വരുന്നുണ്ട്. 2 4 9 കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട്. 2 4 9 കോമ്പിനേഷൻ ആണ്. 2 5 8 കോമ്പിനേഷൻ ആണ്. 2 5 8 കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട്. 2 6 7 2 6 7 കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് 3 5 7 ആണ്. 3 5 7 കോമ്പിനേഷൻ ആണ്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം മൊത്തം 12 കോമ്പിനേഷൻ വന്നു. അതാണ് ഫേവറബിൾ കേസ്. അപ്പോൾ 12 റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഈക്വൽ ടു ഫേവറബിൾ കേസ് 12 ഡിവൈഡഡ് ബൈ താഴെ എത്ര വരും? 100 നിന്ന് 3 എടുക്കുകയാണ്. 100 C3. 12 divided by 100 C3 is the answer. 12 divided by 100 C3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൻ്റെയും ഓപ്ഷൻസ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/13475 ആണ് കിട്ടേണ്ടത്. 1/13475 100 C3 ആണ്. ഇവിടെ മിസ്റ്റേക്സ് ഉണ്ട്. ഇവിടെ 100 C3 ഇവിടെ കിട്ടിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷേ മുകളിൽ 15 C2 ആണ്. ഇത് ആ 100 C3 വന്നിരിക്കുന്നത് 1ലും 2ലാണ്. പക്ഷെ അത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 12 ആണ് വേണ്ടത്. 12 വരുന്ന ഇത് 12 വരില്ല, ഇതിന് 12 വരില്ല. 100 C3 ഡിനോമിനേറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പോസിറ്റീവ് ഇന്റഗ്രൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² - n = 0 4. അപ്പോൾ നമുക്ക് ടോട്ടൽ കേസ് തന്നേക്കുന്നത് 40 ആണെന്ന് തന്നേക്കുന്നത്. ടോട്ടൽ കേസ് എത്ര? 40 ആണ്. ടോട്ടൽ കേസ് ഇസ് 40. അപ്പോൾ നമുക്ക് x² എന്ത് വരും? x² - x² - n 0 ആണ്. x² n. x² പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പോസിറ്റീവ് ഇന്റഗ്രൽ റൂട്ട്സ് ആണ്. അപ്പോൾ x n raised to 1/2 ആണ്. ഇന്റഗ്രൽ റൂട്ട് എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കണം. അപ്പോൾ n ആരൊക്കെ ആവാം? n എന്ന് പറയുമ്പോൾ 1 ആവാം, 4 ആവാം, 9 ആവാം, 16 ആവാം, 25 ആവാം, 36 വരെ വരാം. 40 കിടയ്ക്ക് അത്രയും വരും. അപ്പോൾ എത്ര എണ്ണം വരും? 1 2 3 4 5 6. അത് അത്രയും ഫേവറബിൾ കേസ് വരും. ടോട്ടൽ കേസ് എത്രയാണ്? ടോട്ടൽ കേസ് 40 ആണ്. ടോട്ടൽ കേസ് എത്രയാണ്? 40 ആണ്. അപ്പോൾ 6 റിക്വയർഡ് പ്രോബബിലിറ്റി 6/40 വരും. 6/40 എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യണം. 2 വെച്ച് കട്ട് ചെയ്യാം. 3/20 വരും. 3/20 is the answer. 3/20.
3/20 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The mean and variance of a binomial variable 2 and 1. ബൈനോമിയൽ വേരിയബിൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ബൈനോമിയൽ വേരിയബിളിന്റെ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് ആണ്, എന്ന് പറഞ്ഞാൽ എൻ പി ആണ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എൻ പി ക്യു ആണ്. ക്യു എന്ന് പറഞ്ഞാൽ 1 - p ആണ്. ഇതാണ് തന്നിരിക്കുന്നത്. ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതാണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് മീൻ 2 ആണ്. ഇത് നമുക്ക് 2 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് വേരിയൻസ് ഇത് 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ പി 2 ആണ്, എൻ പി ക്യു 1 ആണ്. അപ്പോൾ നമുക്ക് എൻ പി ക്യു ബൈ എൻ പി എടുത്താൽ 1/2 എന്ന് എഴുതാം. എൻ പി കട്ടായി പോയി. ക്യൂ 1/2 ആണ്. പിയും 1/2 ആയിരിക്കും. കാരണം 1 - q ആണ് പി എന്ന് പറഞ്ഞാൽ. ഇവിടെ കൊടുത്താൽ എൻ കിട്ടും. അപ്പോൾ എൻ ഇൻറ്റു 1/2 2 ആണ്. എൻ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. കണ്ടോ, പി 1/2 ആണ്, എൻ എന്ന് പറഞ്ഞാൽ 4 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ എത്രയാണ്? 4 അല്ലേ? 4cx. പി 1/2 ആണ് റേസ് ടു എക്സ്, ക്യൂവും 1/2 ആണ് റേസ് ടു 4 - x. അപ്പോൾ 4cx ഇൻറ്റു ഇവിടെ എക്സ് കട്ട് 1/2 റേസ് ടു 4 ആവും. 1/2 റേസ് ടു 4 ആവും. ഇനി ചോദിച്ചിരിക്കുന്നത് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1. പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഓഫ് n2 വരെ വരൂലേ, n4 വരെ വരൂലേ. ആ പ്രോബബിലിറ്റി ഓഫ് 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 4 എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരും ഇവിടെ? ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് x2 ആൻഡ് ദ പ്രോബബിലിറ്റി എക്സ് ടേക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് കോംപ്ലിമെന്റ് ഉപയോഗിക്കാം. 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 എടുക്കാം. 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ടേക്സ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1 - പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. 1 ഇവിടെ ഉൾപ്പെടും. ഇങ്ങനെ എടുത്താൽ മതി. കോംപ്ലിമെന്റ് കോൺസെപ്റ്റ് അതാണ് നല്ലത്, എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 4 വരെ ചെയ്യണം. അതിനേക്കാൾ നല്ലത് ഇതായിരിക്കും, പെട്ടെന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 - എക്സ് 0 ആവുന്ന സമയത്ത് എത്ര വരും നോക്കിയാൽ 4c0 അല്ലേ, ആ 1 വരും. 1/2 റേസ് ടു 4 വരും. പ്ലസ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ 4c1 4 ഇൻറ്റു 1/2 റേസ് ടു 4 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറായി. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറായി. 5/16 ഈസ് ദി ആൻസർ. 5/16. Find the probability that x takes values greater than 1. Okay. 5/16 is the answer. Okay. That's the method. One minus 5/16. So 11/16. That is answer. X takes values greater than 1. Probability of x greater than 1. Actually probability of complement concept എങ്ങനെ വരും? Complement concept probability of x greater than 1 equal to 1 minus probability of x less than or equal to 1. ഇങ്ങനെ വരും. 1 minus probability of x equal to 0 plus probability of x equal to 1. ഇങ്ങനെ രണ്ട് കേസ് വരും. ഓക്കെ.
ആ രണ്ട് കേസാണ് ഈ കാണുന്നത്. 11/16 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്തിലേക്ക് പോവാം. A and B are two independent events of an experiment such that probability of A union B തന്നിട്ട് probability of A, then എയും ബി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു ദാറ്റ് ഈസ് ഗിവൺ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഈ കേസിലായതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറയാം. കാരണം ഇൻഡിപെൻഡൻ്റ് ആണ് തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി 0.6 ആണ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ 0.3 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ 0.3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ്. ഇങ്ങനെ വരും. അപ്പോൾ ഇതുവഴി ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ 0.3 ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് 0.3 ഈക്വൽ ടു 0.7 ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ പി ഓഫ് ബി ഈക്വൽ ടു 0.3/0.7 0.3/0.7 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/7 ആണ് ആൻസർ വരേണ്ടത്. മിസ്റ്റേക്ക് ഉണ്ട്, ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. 3/7 ഇസ് ദി ആൻസർ. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്കത് ഇങ്ങനെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 dice are thrown. N times in succession, the probability of obtaining a double 6 at least once is at least once. Our probability of at least once is equal to 1 minus probability of none. 1 minus probability of none. ഇവിടെ ഡബിൾ അല്ലേ, പ്രോബിലിറ്റി ഓഫ് ഡബിൾ 6. പ്രോബിലിറ്റി ഓഫ് ഡബിൾ 6 2 6 വരുന്നത് ഒരു കേസല്ലേ, 6 വരും. പ്രോബിലിറ്റി ഓഫ് 2 6 that is 1/36 1/6 വരും. 2 6 കിട്ടാനുള്ള ചാൻസ് ആണ് 1/36 വരും. 2 ഡൈസ് ഉണ്ട്, 1/36 വരും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി റേസ് ടു n. ഇതാണ് ഫോർമുലയായിട്ട് വരും. 1 മൈനസ് പി റേസ് ടു n. ഇതാണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് പി എന്ന് പറയും. ഇവിടെ കോംപ്ലിമെന്റ് വരും. അപ്പോൾ 1 മൈനസ് 1/36 റേസ് ടു n വരും. അപ്പോൾ 1 മൈനസ് ഇത് എത്ര വരും? 35/36 റേസ് ടു n. 1 മൈനസ് 35/36 റേസ് ടു n. ഇതാണ് ഓപ്ഷൻ. 1 മൈനസ് 35/36 raised to n. That is answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A coin is tossed independently 4 times. The probability of the event, the number of times head shown up, the greater than the number of times tail shown up is. ഇവിടെയൊക്കെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കണം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചാണത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The number of times the head shown up. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ 4 times ആണ് വരുന്നത്. 4 times ആണ് വരുന്നത്. അപ്പോൾ കേസസ് ഹെഡ് ടെയിൽ 4 പ്രാവശ്യവും ഹെഡ് വീഴാം. അപ്പോൾ പിന്നെ ടെയിൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി 3 പ്രാവശ്യം ഹെഡ് സംഭവിക്കാം. അപ്പോൾ 1 പ്രാവശ്യം ടെയിൽ ആയിരിക്കും. 2 പ്രാവശ്യം ഹെഡ് വീഴാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നമ്പർ ഓഫ് ഹെഡ് ഷോൺ അപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടൈംസ് ടെയിൽ. അപ്പൊ ഈ 2 കേസേ വരുള്ളൂ. ഈ 2 കേസേ വരുന്നുള്ളൂ. അറിവിന് ഈക്വൽ ആയിട്ട് മാറും. അറിവിൽ ഹെഡ് കുറയാനും പാടില്ല. അപ്പൊ ഈ 2 കേസേ വരുള്ളൂ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് ടെയിലും 1/2 ആണ്. അപ്പോൾ 4 പ്രാവശ്യം ടോസ് ചെയ്യുന്നത് കൊണ്ട് കോയിൻ 4 n ഈക്വൽ ടു ആണ് 4 എന്ന് പറഞ്ഞാൽ. അപ്പോൾ പി ഓഫ് എക്സ് ഡെൻസിറ്റി ഫംഗ്ഷൻ NCX
പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ്, ഇതാണ് ഫോർമുല. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4cx. പി 1/2 ആണ്, ക്യൂവും 1/2 ആണ്, 4 മൈനസ് എക്സ്. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4cx. 1/2 എക്സ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോകും. ഇതാണ് സംഭവം. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഈ രണ്ട് കേസാണ് വേണ്ടത്. ആ രണ്ട് കേസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് അതാണ്. പി ആണ് സ്മോൾ പി, ഇതാണ് പി, ഇതാണ് ക്യൂ. ഓക്കെ, അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 ഹെഡ് ആവാനുള്ള ചാൻസ്, ആ പ്രോബിലിറ്റി ഓഫ് 4 പ്ലസ് പ്രോബിലിറ്റി ഓഫ് 3 ആണ് നമുക്ക് വേണ്ടത്. 4 ഹെഡ് ആവാനുള്ള ചാൻസ്. അപ്പോൾ എന്ത് വരും? 4c4 വരും. 4c4 1/2 റേസ് ടു 4 പ്ലസ് 4c3 1/2 റേസ് ടു 4 വരും. ദിസ് ഗീവ്സ് ദി ആൻസർ. അപ്പോൾ 1/16 പ്ലസ് 4c3 4 അല്ലേ, 4/16. That is 5/16. 5/16 is the answer. 5/16 is the answer. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതേപോലത്തെ ചോദിക്കാറുണ്ടോ? ഇതൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാവുന്നതാണ്. എ ബോക്സ് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി നമ്മൾ കീം പോലെയല്ല, ജെയ്ക്ക് പോലും അങ്ങനത്തെ ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കില്ല. ഈ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇങ്ങനത്തെ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ NCERT ബുക്കിലുള്ള ടൈപ്പ് തന്നെയാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 2 pens, 3 pencil and 4 chocolates. Items are drawn from the box at random, one at a time, without replacement. The probability of drawing 2 pens first followed by 3 pencil and subsequently the 4 chocolate is. ഇപ്പോൾ ടോട്ടൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ഐറ്റംസ് അത് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ടോട്ടൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ 2 + 3 + 4 ദാറ്റ് ഈസ് 9. ആകെ 9 ഐറ്റംസ് ആണ് ആ ബോക്സ് അല്ലേ, ബോക്സിലുള്ള 9 ഐറ്റംസ് ആണ്. ഇനി ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഫസ്റ്റ് 1 pen, ദ ഫസ്റ്റ് പെൻ, പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഫസ്റ്റ് പെൻ. ആദ്യം ഫസ്റ്റ് പെൻ എടുക്കുകയാണ്. 2 പെന്നിലേ ആകുള്ളൂ അല്ലേ, ഏതോണെങ്കിലും വരാം. അപ്പോൾ 2/9 വരും. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുന്നില്ല. അപ്പോൾ ഈ ടോട്ടൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഫസ്റ്റ് പെൻ 2/9 ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് പെൻ ആണെങ്കിലോ, 1 പെൻ കുറഞ്ഞു, 1 പെൻ എടുത്തല്ലോ. ഇനി 2 പെന്നിൽ 1 പെന്നേ ഉള്ളൂ, ടോട്ടലിൽ 1 കുറഞ്ഞു, അപ്പോൾ 1/8 ആവും. ഇനി പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഫസ്റ്റ് പെൻസിൽ, പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഫസ്റ്റ് പെൻസിൽ. പെൻസിൽ എത്ര ഉണ്ട്? 3 പെൻസിലുണ്ട്. 3 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വരാം. പക്ഷെ ടോട്ടൽ 7 ഉള്ളൂ, അപ്പോൾ 3/7. സെക്കൻഡ് പെൻസിൽ 2/6 വരും. തേർഡ് പെൻസിൽ 1/5 വരും കേട്ടോ. തേർഡ് പെൻസിൽ ആകുമ്പോൾ അത് 1/5 വരും. ചോക്ലേറ്റ് എത്ര ഉള്ളൂ? 4 ചോക്ലേറ്റ് ആണുള്ളത്. ഫസ്റ്റ് ചോക്ലേറ്റ് എത്ര വരും? അപ്പോൾ 4/4 വരും. അതിങ്ങനെ എത്ര വരും? അടുത്തത് 3/3 വരും, പിന്നെ 2/2 വരും, അവസാനം 1/1 വരും. ചോക്ലേറ്റിൻ്റെ കേസ് അങ്ങനെയാണ്, എല്ലാം 1/1 വരും. ഇനി ടോട്ടൽ കേസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടോട്ടൽ കേസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഓരോ കേസും, അതായത് 2/9 ഇൻറ്റു 1/8 ഇൻറ്റു 3/7 ഇൻറ്റു 2/6 ഇൻറ്റു 1/5 ഇൻറ്റു പിന്നെ എല്ലാം 1 ആണല്ലോ, 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇതെടുത്താൽ മതി. ഇതെടുത്താൽ എത്ര കിട്ടും നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഒരു 2 നമുക്ക് 3 ആക്കാം. അപ്പോൾ 6/, ബാക്കിയെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1260 വരും. സിംപ്ലിഫൈ ചെയ്യാം. അത് നിങ്ങൾ തന്നെ സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 1/1260. കാരണം 3 2 ക്യാൻസൽ ആയല്ലോ, പിന്നെ ഇത് 2 4 ആയി. 1260 ഇസ് ദി ആൻസർ.
1/1260 is the answer. അതാണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 33 ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് ആണ്, അത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അടുത്ത്, ഇഫ് a is an integer lying -530 ആണ്, then the probability that the graph y equal to x square plus 2a ക്വാഡ്രാറ്റിക് ക്ലബ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈസി ആണത്, നമ്മൾ കാര്യം മനസ്സിലാക്കണം. ക്വാഡ്രാറ്റിക് ക്ലബ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ഇവിടെ ഗിവൺ a is an integer എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, -a ക്ലോസ്ഡ് ഇന്റർവൽ ആയതുകൊണ്ട് എക്സ്ട്രീം വാല്യൂസ് ഉൾപ്പെടും. 5നും -5നും -30ക്കും ഇടയ്ക്കുള്ള ഇതാണ് വാല്യൂ, എയുടെ വാല്യൂ. ഇനി y നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ y തന്നിരിക്കുന്നത് x സ്ക്വയർ, ആ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സ്ട്രിക്ട്ലി അബോവ് ദി എക്സ് ആക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താഴേക്കൂടെ എക്സ് ആക്സിന് താഴെ വന്നാൽ എടുക്കേണ്ട, സ്ട്രിക്ട്ലി അബോവ് ദി എക്സ് ആക്സിസ്. അപ്പോൾ അവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ 1-2 കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫ് എക്സ് ആക്സിന് മുകളിൽ വന്നാൽ ഡിസ്ക്രിമിനന്റ് b² - 4ac എപ്പോഴും നെഗറ്റീവ് ആവും. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കുന്ന ഒരു കാര്യമാണ്. b² - 4ac <0 ആയിരിക്കും. എക്സ് ആക്സിന് മുകളിലാവുമ്പോൾ ഡിസ്ക്രിമിനന്റ് ഇപ്പോൾ ഇങ്ങനെയാണ്, ax² + bx + c = 0 ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനന്റ് ആണ് b² - 4ac. ഈ ഗ്രാഫ് എക്സ് ആക്സിന് മുകളിലാണ്, സ്ട്രിക്ട്ലി ലൈയിങ് ഓൺ ദ എബോവ് ദി എക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് b² - 4ac <0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ a1 ആണ്, b എന്ന് പറഞ്ഞാൽ 2 × a + 4 ആണ്, c എന്ന് പറഞ്ഞാൽ -5a + 64 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് b² - 4ac കണ്ടുപിടിച്ചാൽ ഡിസ്ക്രിമിനന്റ്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനന്റ് എന്ന് പറയാം, ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാം. ഡിസ്ക്രിമിനന്റ് എത്രയായിരിക്കും? b² അല്ലേ, അപ്പോൾ 2 × a + 4 b² -4 × 1 × -5a + 64 <0 എന്ന് വരും. അത് <0 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് a² + 13a - 48 <0 എന്ന് വരും. എയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് a² + 13a - 48 = 0 എന്ന് വരും. ഇത് വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് a + 16 × a - 3 <0. 16 × -3 -48, 16 + കറക്റ്റ് ആണ് എന്ന് വരും. a + 16 × a - 3 <0 എന്ന് പറഞ്ഞാൽ -16 a 3 ആണ്. -16 a 3 ആണ്. അപ്പോൾ a എന്ന് ദ ഇൻറ്റിജേഴ്സ് a മസ്റ്റ് ബി ലൈയിങ് ഇൻ ദ ഇന്റർവൽ. അതായത് a ബിലോങ്സ് ടു -16 3 ആണ്. പിന്നെ a ഈസ് ആൻ ഇൻറ്റിജർ തന്നിരിക്കുന്നത് -5 to 30, അത് തന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതൊക്കെയാണ് ആ ഇൻറ്റിജേഴ്സ്? രണ്ടിൻ്റെയും കോമൺ റീജിയൻ എന്താണ്? a ബിലോങ്സ് ടു ഹിയർ, a ബിലോങ്സ്, രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ റീജിയൻ. രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? -5 to 2 വരും, 3 വരില്ലല്ലോ. ഇത് ഓപ്പൺ ഇന്റർവൽ ആയതുകൊണ്ട് 2 വരും. ഇന്റർസെക്റ്റഡ് റീജിയൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇന്റർസെക്ഷൻ റീജിയൻ ഓഫ് a എന്ന് പറഞ്ഞാൽ ഇവിടെ -5 to 30 ആണ്, ഇവിടെ -16 to 3 ആണ്. നമുക്കൊരു നമ്പർ ലൈൻ 0 -5 ഇവിടെ വരും, 30 ഇവിടെ വരും എന്ന് വിചാരിക്കാം. -16 ഈ ഭാഗത്തേ വരുള്ളൂ, -16 3 ഏകദേശം ഇവിടെ വരും എന്ന് വിചാരിക്കാം. അത് ഓപ്പൺ ആണ്. അപ്പോൾ ഇന്റർസെക്ഷൻ റീജിയൻ എന്ന് പറയുമ്പോൾ എവിടെ വരും? -5 to 3 വരും. -5 to 2 ഇൻറ്റിജർ ആയതുകൊണ്ട് -5 ഉൾപ്പെടും. 3 ഓപ്പൺ ആണ്, അപ്പോൾ 2 വരെ വരുള്ളൂ. അപ്പോൾ ഏതൊക്കെ? അപ്പോൾ എയുടെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും?
-5, -4, -3, -2, -1, 0, 1, 2. ഇത്രയും കേസ് വരും. എത്ര കേസ് വരും? 1, 2, 3, 4, 5, 6, 7, 8. ടോട്ടൽ 8 കേസസ്. 8 ഡിജിറ്റ്സ് വരും. അത്രയും കേസ് വരും. ഇനി -5 to 30 എത്ര കേസ് വരും? ടോട്ടൽ കേസസ്. ഇത് ഫേവറബിൾ കേസാണ് കേട്ടോ. ഇത് ഫേവറബിൾ കേസാണ്. ഫേവറബിൾ കേസാണ് ഈ കാണുന്നത്. ടോട്ടൽ കേസസ് എന്ന് പറയുമ്പോൾ -5 to 30 ആണ്. അത് എത്ര വരും? -5 to 30 എത്ര വരും? 36 വരും. Therefore probability equal to 8/36 വരും. 8/36 ആണ് പ്രോബബിലിറ്റി ആയിട്ട് വരിക. ദാറ്റ് ഈസ് നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാൻ 2/9 വരും. 2/9 is the answer. 2/9. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ഈസിയാണ്. എ മാത്തമാറ്റിക്കൽ ബുക്ക് കണ്ടെയ്ൻസ് 200 pages. A page is selected at random. What is the probability that the number on the page selected is a perfect square? ആ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 200 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർസ് നോക്കിയത് 1, 4, 9, 16, 25, 36, 49, 64, 81, 100, 121, 144, 169, 196. അത്രയും പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതെത്ര വരും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അപ്പോൾ ഫേവറബിൾ കേസ് 14 ആണ്. ഡിവൈഡഡ് ബൈ 200 വരും. 14 ഡിവൈഡഡ് ബൈ 200, 2 വെച്ച് കട്ടായി പോകും. അപ്പോൾ 7/100 വരും. 7/100 ഈസ് ദി ആൻസർ. 7/100 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. There are n persons sitting in a row. 2 of them are selected at random. അപ്പോൾ ടോട്ടൽ കേസ് എന്തായിരിക്കും? ടോട്ടൽ കേസസ് NC2 ആയിരിക്കും. The probability that 2 selected persons are not together ആണ്. Not together എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Not together ഫേവർ. അപ്പോൾ ഇത് ടോട്ടൽ കേസാണ്. The probability that 2 selected persons are not together. Not together എന്ന് പറയുമ്പോൾ together എത്രയായിരിക്കും? together എന്ന് പറയുമ്പോൾ n-1. രണ്ടുപേരും ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ n-1 ആണ്. ആ ഒരുമിച്ചിരിക്കുന്നവരെ നമ്മൾ എന്തായിട്ട് എടുത്തോളാം? ഒരു യൂണിറ്റ് ആയിട്ട് സങ്കല്പിച്ചോളാം, ഒറ്റ യൂണിറ്റ് ആയിട്ട്. അപ്പോൾ സിറ്റിംഗ് ടുഗദർ ആണെങ്കിൽ n-1 ആയിരിക്കും. സിറ്റിംഗ് ടുഗദർ ആണെങ്കിൽ n-1 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ടുഗദർ ഈക്വൽ ടു n-1/NC2 ആയിരിക്കും. n-1/NC2 ആയിരിക്കും. That is equal to n-1/NC2. n into n-1/1 into 2. അവിടെ n-1 കട്ടായി പോവും. That is 2/n. Reciprocal 2/n. അപ്പോൾ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ടുഗദർ ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്റ് 1 - 2/n. 1 - 2/n is the answer. 1 - 2/n. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The probability that a man will live 10 more years is 1/4, and the probability that his wife will live 10 more years is 1/3. Then the probability of none of them will live 10 years. ഇവിടെ the probability that the man will live 10 more അത് തന്നിട്ടുണ്ട് 1/4. നോട്ട് ചെയ്യാം.
The probability that a man will live 10 more years is 1/4. Then the probability that man not live, or probability of man live, probability of man and a complement 1 minus 1/4, 3/4 എന്ന് എടുക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് മാൻ ലീവ് ചെയ്യാൻ 1/4 ആണ് കോംപ്ലിമെന്റ്. മാൻ നോട്ട് ലീവ് 1 minus 1/4, 3/4 ആണ്. ഇനി വേറെ എന്താ നിങ്ങളത്? പ്രോബിലിറ്റി ഓഫ് ഹിസ് വൈഫ് ലീവ് 1/3 ആണ്. പ്രോബിലിറ്റി ഓഫ് വൈഫ് വിൽ നോട്ട് ലീവ് 1 minus 1/3, 2/3 ആണ്. Then the probability that none of them will live after 10 years. None of them ലീവ് ചെയ്യാത്ത, രണ്ടും ലീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെടുത്താൽ ദിസ് ഇൻറ്റു ദിസ് എടുത്താൽ മതി. റിക്വയർഡ് പ്രോബിലിറ്റി 3/4 into 2/3. 3 ക്യാൻസൽ ആവും. 2 times 1/2. 1/2 is the answer. അടുത്ത ക്വസ്റ്റ്യൻ. Let n be the sum of the numbers appeared when 2 fair dice are rolled and let the probability that n minus 2, √3n, n plus 2 are in geometric progression. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ ഇത് ജി പി ആണ്. ജി പി ആയതുകൊണ്ട് നമുക്ക് √3n² എന്ന് പറഞ്ഞാൽ നമുക്ക് n minus 2 into n plus 2 എന്ന് പറയാം. കാരണം അത് ജി പി ആണ്. റീസൺ എന്താ? A, B, C are in GP, then B score equal to AC. ആ റിസൾട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് n കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3n² ഈസ് ഈക്വൽ ടു n² minus 4 എന്ന് വരും. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 or -1. ടേക്ക് ഓൺലി ദ പോസിറ്റീവ് വാല്യൂ. ടേക്ക് ഓൺലി കൗണ്ടിങ് നമ്പർ ആണ്. ടേക്ക് n ഈസ് ഈക്വൽ ടു 4. n 4 ആകുമ്പോൾ കോമ്പിനേഷൻസ് എന്തൊക്കെ വരാം? n 4 ആകുമ്പോൾ കോമ്പിനേഷൻസ് 1 3 വരാം, 2 2 വരാം, 3 1 വരാം. ഇതാണ് കോമ്പിനേഷൻസ് വരാം. 3 ഔട്ട്കംസ് വരും. ഫെയർ ഡൈ ആണ് ടോസ് ചെയ്യണം. 3 ഔട്ട്കംസ് വരും. അപ്പോൾ എന്ത് വരും? 3 റിക്വയർഡ് പ്രോബിലിറ്റി 3/36 എന്ന് വരും. അത് തന്നേക്കണത് 3/36. അതാണ് നമുക്ക് എന്ത് തന്നേക്കണത്? k/36 തന്നേക്കണത്. 3/36 ആണ് നമുക്ക് എന്ത് തന്നേക്കണത്? ആ പ്രോബിലിറ്റി ആണ് നമുക്ക് k/36 തന്നേക്കണത്. ദിസ് ഇംപ്ലൈസ് k is equal to 3 വരും. k is equal to 3 വരും. k is equal to 3 is the answer. One function is selected from all the functions a, b, c, d, e. The probability that it is an onto function. S to S ആണ്. അപ്പോൾ ഇവിടുത്തെ 1 2 3 4 5 എലമെന്റ്സ് ഉണ്ട്. 5 എലമെന്റ്സ് ആയതുകൊണ്ട് ടോട്ടൽ കേസസ്, നമ്പർ ഓഫ് ഫങ്ഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഈസ് ഈക്വൽ ടു 5⁵ വരും. അതാണ് ടോട്ടൽ കേസ്. നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ്, number of onto functions, that is number of onto functions. The question ചോദിച്ചത് നമ്പർ ഓഫ് ഓൺടു ഫങ്ഷൻസ് ആണെങ്കിൽ എസ് ടു എസ് ആണെങ്കിൽ അത് n ഫാക്ടോറിയൽ ആണ്. ഇവിടെ അത് 5 ഫാക്ടോറിയൽ വരും. അതാണ് ഫേവറബിൾ കേസസ്. 5 ഫാക്ടോറിയൽ ബൈ 5⁵. ഇതാണ് ശരിക്കുള്ള ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ മിസ്റ്റേക്ക് ഉണ്ട്. 5 ഫാക്ടോറിയൽ ബൈ 5⁵.